നമുക്ക് ഉടമ്പടി ചെയ്യുമ്പോഴെന്താ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്? സാധാരണ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സൗജന്യ ദാനങ്ങളല്ലേ. നമ്മളതിനെ എന്തെന്നാ പറയണത്? അനുഗ്രഹങ്ങളെന്ന് പറയും. ഈ അനുഗ്രഹങ്ങളെ നമുക്ക് ദൈവത്തിന് വേണമെങ്കിൽ നമുക്ക് തരാം അല്ലേ. അത് നമ്മളുടെ തന്നെ ചിലപ്പോൾ അയോഗ്യത കൊണ്ട് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെട്ടില്ലെന്നും വരാം, അല്ലെങ്കിൽ നമുക്ക് അനുഭവയോഗ്യമായില്ലെന്നും വരാം. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചിരിക്കും അല്ലേ. ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നമുക്ക് ഉടമ്പടിയിലാകുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ഒരു വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ്, ഉഭയകക്ഷിയായിട്ടുള്ള ഒരു കരാറാണ്. അപ്പോൾ നമ്മളൊരു കക്ഷി, ഈശോ ഒരു കക്ഷി. ആരാണ് മധ്യസ്ഥ? അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ്, അമ്മയാണ് മധ്യസ്ഥ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മ എന്തും ചെയ്ത് കളയുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും ഈ ധ്യാനവേദികളിൽ കേൾക്കാത്ത വിചിത്രമായ സാക്ഷ്യങ്ങൾ ഉടമ്പടിയിൽ കേൾക്കും. ഒരു ആഗ്നസ് എന്ന് പറയുന്നൊരു തമിഴ് വംശജ, ഒരു തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ, നമ്മുടെ കേരളത്തിന് അതിർത്തി താമസിക്കുന്ന ആളാണ് ആഗ്നസ്. ആഗ്നസിൻ്റെ സാക്ഷ്യം കേട്ടാൽ നമുക്ക് ചിരി വരും. എന്താ പ്രശ്നത്തിൽ ആഗ്നസ് ഒരു കുടില് പോലൊരു കുടുംബത്തിലാണ് വീട്ടിൽ താമസിക്കുന്നത്. പ്രളയം വന്നപ്പോൾ ഉള്ള കുടില് പോയി ഒലിച്ചു പോയ ഒരവസ്ഥയിലായി. എൻ്റെ ഇടയ്ക്ക് കൂനിമേ കുരു പോലെ ആഗ്നസിൻ്റെ ഭർത്താവ് മദ്യപിക്കും. അറിയാമല്ലോ, അതാത് കാലത്തുള്ള അന്നുള്ള തൊഴിൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മാത്രമേ ആ പൈസ തികയുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് അവർക്ക് വീടില്ലാതെ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് കുടിക്കുകയും കൂടി ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ ആഗ്നസിനോട് കൂട്ടുകാരത്തി കൃപാസനം പത്രം കൊടുക്കും. പറഞ്ഞ് ഇനി നീ അമ്മയെ വീട്ടിലോട്ട് ക്ഷണിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊന്നും ആഗ്നസിന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അങ്ങനെയല്ല, അമ്മയുടെ ശക്തിയുള്ളൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം, നീ അവിടെ ചെല്ലുക, എന്നിട്ട് അമ്മയെ വീട്ടിലോട്ട് ക്ഷണിക്കുക. കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ വീട്ടിൽ വരുമെന്നും പറഞ്ഞ് ഒത്തിരിയേറെ അനുഭവങ്ങൾ, ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഇപ്പോൾ വീടുമില്ല, കുടിയുമില്ല, ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനായ ഒരു മനുഷ്യനുമാണ്. അപ്പോൾ അവൾക്കിത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പിടിയില്ല. അപ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയൊരു അവസ്ഥ കണ്ടില്ലേ, പ്രളയം കൊണ്ട് വീടൊലിച്ചു പോയി, വീടിൻ്റെ അകത്ത് ഗതി പിടിക്കണില്ല. അവർക്ക് വീടിന് ഈ ജന്മത്തിൽ മരിക്കണ പോലെ ഒരു വീട് കിട്ടുമോ ഇല്ല എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. അതേസമയം തന്നെ ഭർത്താവാണെങ്കിലും കുടിയനുമാണ്, ഭയങ്കര കുടിയനാണ്, വർഷങ്ങളായിട്ട് കുടിക്കുന്നതാണ്. പക്ഷെ ആഗ്നസ് ഇവിടെ വന്നതിന് ശേഷം അമ്മയോട് നേരിട്ട് അവളുടെ സങ്കടം പറയും. ഈ നേരിട്ട് സങ്കടം പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ്. കാര്യം ഇവർക്ക് അവരുടെ വിശ്വാസം അവർക്ക് നേരത്തെ ഉണ്ട്. പക്ഷേ അമ്മയെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നണത്? കാണുമ്പോഴെന്താ തോന്നണത്? വിശ്വാസം മാത്രമല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ളതല്ലേ അല്ലേ. ഇപ്പോൾ ഹെബ്രായർ 11:1 നമ്മൾ എന്താ വായിക്കണത്? കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശയ്ക്ക് നിരപ്പിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. പക്ഷേ അമ്മയെ വന്ന് കാണുമ്പോൾ ഇവരുടെ സ്നേഹത്തിന്, ഇവർ ഈ വിശ്വാസത്തിൻ്റെ ലെവലിൽ നിന്ന് ചില വ്യക്തികൾ മാറും. എങ്ങനെ മാറും? സ്നേഹത്തിൻ്റെ ലെവലിലോട്ട് മാറും. പിന്നെ എന്താ? ആശ്രയത്തിൻ്റെ ലെവലിലോട്ട് മാറും. സ്വന്തം അമ്മയെ കണ്ടതിനേക്കാളും ചെറിയ ആൾക്കാർ ചങ്കിങ്ങനെ പിടക്കും. എന്നിട്ട് ഇവരുടെ കാര്യം പറയാം അമ്മയോട്, അമ്മ എൻ്റെ ആ ഗതി ഇതാണ്, എനിക്കില്ല, ഞാൻ പാലക്കാട് നിന്ന് വരികയെ, എൻ്റെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ അമ്മയെ കാണാൻ വന്നതാണ്, എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ വേറെ ആരുമില്ല. ഇങ്ങനെ അമ്മയുടെ ചങ്കക്കൊള്ളുന്ന പോലെ ഇവർ തമിഴും മലയാളത്തിലും കൂടി അമ്മയോട് പറയും. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമാണ്.
എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് എപ്പോഴും വന്നിട്ട് ഭയങ്കര, ഇവർക്ക് ഭർത്താവിൻ്റെ സ്നേഹമാണ്. പക്ഷേ എന്താ പ്രശ്നം, രാത്രി കുടിച്ചിട്ട് വർക്കും കഴിഞ്ഞ് കുടിച്ചിട്ട് വരുമ്പോൾ ഈ മനുഷ്യനും അവിടെ ഓർമ്മയില്ലാതെ ഭയങ്കര ബഹളം കാണിക്കും. കുടുംബത്തിൽ കുടിയന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, അവർക്ക് അവർ കുടിച്ചിട്ടാ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മക്കളും അമ്മയൊന്നും മേക്കിട്ട് കയറാതിരിക്കാൻ വേണ്ടി അവർ മുൻകൂർ ജാമ്യം എടുക്കണ പോലെ നമ്മുടെ വായ അടപ്പിക്കുന്ന രൂപത്തിൽ അവർ കയറി തോന്നിവാസവും ഒക്കെ ചീത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് വലിയ സീനാക്കി കളയും കുടുംബം. അത് കുടിയന്മാരുടെ എന്നുവെച്ചാൽ ഇവരുടെ സ്വരം കാരണം ഇനി ആരും ഇങ്ങനെ അവിടെ ബഹളം ഉണ്ടാക്കിയത് അവിടെ കുറ്റബോധം കൊണ്ടുകൂടിയാണ്. ഈ കുടിയന്മാരുടെ കുറ്റബോധം മറച്ചു വെക്കാനും മറ്റുള്ളവർ അമ്മയും മക്കളും കഴുത്തേ കയറാതിരിക്കാൻ വേണ്ടി കുടിയന്മാരെ വീട്ടിൽ സീനുണ്ടാക്കും. ഭയങ്കരമായ വഴക്കും ബഹളവും തന്തക്ക് വിളിയും എല്ലാം കൊണ്ടാക്കി അത് വല്ലാത്തൊരവസ്ഥയും എപ്പോഴും തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും അറിയാം, അവരും ഉദ്ദേശിച്ച് ചെയ്യണമല്ല, ഭാര്യയുടെ വായടക്കാൻ വേണ്ടിയുള്ളൊരു മുൻകൂർ ജാമ്യ പദ്ധതിയാണ്, അല്ലാതെ അവർക്ക് നിക്കക്കല്ലില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇവർ ഈ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങും. അത് ചിലപ്പോൾ 9 മണി വരെ, ചിലപ്പോൾ വൈഫ് ഉറങ്ങണ വരെയാണ് ചില ആൾക്കാരുടെ കലാപരിപാടിയൊക്കെ വരണത്. അപ്പം ഇത് ഇവൾ കേട്ടും കണ്ടും മടുത്ത് ഒരു ദിവസം പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇയാളിതുപോലെ വലിയ ബഹളമൊക്കെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവളൊന്നും മിണ്ടണില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഈ ആഗ്നസ് ഹസ്ബൻഡിനെ കാണപ്പെട്ടിരിക്കും. ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിയത്? ഇന്നലെ ബഹളമുണ്ട്. പിന്നെ ബഹളമൊന്നും ഇല്ലാഞ്ഞല്ല, ഇന്നലെ ഒറ്റ ദിവസം രാത്രിയെ ബഹളമില്ലാത്ത രാത്രിയുള്ളൂ. അപ്പോഴേ ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക്, നീ എൻ്റെ തലക്കിട്ടടിച്ചില്ലേ, പിന്നെ ഞാൻ എന്ത് പറയാനാണ്? അപ്പോഴേ എനിക്ക് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ തലക്കടിക്കാൻ ചെന്നാൽ മതി, നമ്മുടെ തല ഞൊട്ടിക്കൊണ്ട് അയാൾ പോകും. പക്ഷേ അടി കൃത്യമായിട്ട് പാഴ്സൽ പുള്ളിക്ക് കിട്ടി. ആരടിച്ചാണ്? അമ്മയെ അടിച്ചതാ. അപ്പോൾ അമ്മയെ അടിക്കണത് ഇത് പുതിയ പരിപാടിയല്ല. ഒരു 3 കൊല്ലം മുമ്പുള്ള ഒരു സാക്ഷ്യം നോക്കിയാൽ മതി. അത് കൂനമാവിലെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. കൂനമാവിലെ അത് നമ്മുടെ കൃപാസനത്തിൽ കിടക്കുന്നുണ്ട്. അതായത് മേരി വിപിൻ എന്നും പറഞ്ഞൊരു അത് വെച്ച് കഴിഞ്ഞാൽ മേരി വിപിൻ്റെ ഈ വിപിൻ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര കള്ളുകുടിയനും പിന്നെ വഴക്കൊക്കെ ഉണ്ടാക്കുക. പുള്ളിക്ക് ഇതിനേക്കാൾ ഉപരി കള്ളുകുടിയേക്കാൾ ഉപരി പുള്ളിക്ക് കടങ്ങളാണ്, ഭയങ്കര സാമ്പത്തിക കടങ്ങളാണ്. പുള്ളിയുടെ ജോലി സ്ഥലത്തു നിന്നൊന്നും പുള്ളിക്ക് കാശ് കിട്ടണില്ല. അതാണ് മെയിൻ പുള്ളിയുടെ പ്രശ്നം. വിപിൻ്റെ മേശരി പണിയാണ്, അടുത്ത കോൺട്രാക്ട് എടുത്തൊക്കെ പറഞ്ഞാൽ ഇവർക്ക് കാശ് കിട്ടണില്ല. ആരും പണി ചെയ്യിക്കുക, ആൾക്കാർ കാശ് കൊടുക്കത്തില്ല. ഇയാൾക്ക് കൊടുക്കേണ്ട പാട്ടിൽ തീർച്ചയായിട്ടും പലിശയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇയാൾക്ക് പലിശ കൂടും. അപ്പോൾ ഇയാൾ ഇങ്ങനെ എല്ലാം കൂടി ഇയാളുടെ തകർന്ന് നടക്കുകയാണ്. അപ്പോൾ ഈ മേരി വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അമ്മേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ലെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഉടമ്പടി എടുത്ത് വീട്ടിൽ അവളൊരു കല്യാണത്തിൽ പോയി. ഈ മനുഷ്യൻ കല്യാണത്തിനൊന്നും പോകത്തില്ല. അപ്പോൾ അതിനുമെല്ലാം ഇപ്പോൾ നമുക്ക് വിളിക്കുന്ന കല്യാണത്തിനൊക്കെ വൈഫാണ് പോണത്. പോയി അവിടെ നിന്ന് വെച്ചാൽ നല്ല മോന്തായി കാണിച്ച് വലിയ കൊടുത്തിട്ടൊക്കെ അവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ പോകില്ലേ. അതുകൊണ്ട് ഇവളങ്ങനെ ഒരു പ്രാവശ്യം പെട്ടെന്ന് കല്യാണത്തിൽ പോയിച്ചു. അവൾക്ക് പെട്ടെന്ന് തോന്നി വീട്ടിൽ പോകണമെന്ന്. വീട്ടിലേക്ക് പിന്നെ അവിടെ തിരിച്ചു പോരും. വീട്ടിൽ വന്നൊക്കെ കഥ കടച്ച് കിടക്കുകയാണ്. കഥ കടച്ചുകൊണ്ട സമയത്ത് ഇവൾ തല്ലി സംഭവം തുറക്കാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൂള് ഒരു കുടുക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ ഇതിൻ്റെ താഴെ ബോധം കെട്ട് കിടക്കണം. അപ്പോൾ ഇയാളെ കൊട്ടി ഉടക്കി, എന്ത് മനുഷ്യൻ, എന്ത് പരിപാടി അവിടെ നിന്ന്? അപ്പോൾ പറഞ്ഞു, എടി ഈ മുറി മാതാവുണ്ട് എന്ന് പറഞ്ഞ്. ഈ മുറി മാതാവുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സംഭവിക്കണം. അന്ന് മുതലൊക്കെ ഈ സഞ്ചാരി മാതാവ് എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഉടമ്പടി എടുക്കുമ്പോൾ ചില വീടുകൾ അപ്പം അവർ എന്തൊരു ഈ മനുഷ്യൻ പറയണേ, ഞാൻ നീ പോയില്ലേ, നമ്മളെനിക്ക് എങ്ങനെ കരയറുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി കുടുക്കിടാൻ വേണ്ടി കേട്ട് മുകളിലൊരു സ്കൂളിൽ കയറി കുടുക്ക് തലയിൽ വെച്ച് അപ്പോൾ ഒരൊറ്റ അടി എൻ്റെ കാരണം എൻ്റെ തലക്കെട്ടടിച്ചിരുന്നു. അതാണ് ഞാൻ വീണു പോയെന്ന് പറഞ്ഞു. അത് ഈ മുറിയിൽ മാതാവുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ 2 സാക്ഷ്യം ഒരുമിച്ച് കേൾക്കുമ്പോൾ അമ്മ വേണമെങ്കിൽ അറ്റക ചെയ്ത് കളയും. അത്രയും ഈ ഉടമ്പടി എടുത്ത കുടുംബങ്ങളോടും അല്ലെങ്കിൽ അമ്മയെന്ന് ശരണപ്പെട്ടു പോയ കുടുംബങ്ങളോടും അമ്മയ്ക്ക് ഇത്രയും വലിയ വാത്സല്യമാണ്. നമ്മളെ നശിക്കാൻ അമ്മ ആഗ്രഹിക്കത്തില്ല ഒരിക്കലും. അത് ബൈ പേഴ്സൺ
ബൈ പേഴ്സൺ വീട്ടിൽ വരികയാണ്, അറ്റ കൈക്ക് രക്ഷിച്ചിരിക്കും. അടിയെങ്കിൽ അടി, എന്ത് പരിപാടിയായാലും ശരി, ആ ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിരിക്കും അവിടെ. വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ശേഷം ഈ കുടുംബം രണ്ട് ഉയർച്ച കാണണം. അവളുടെ കടങ്ങളൊക്കെ പരിഹരിക്കാൻ മാതാവ് പുതിയ വഴി കാണിച്ചു കൊടുത്തു. ഈ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. ഇനി രസമെന്ന് പറയുന്നത് ഈ നമ്മൾ ആദ്യം കണ്ട ഇതില്ലേ, ആരാണ് ആഗ്നസിൻ്റെ ഹസ്ബൻഡ്. ആഗ്നസ് ഇപ്പോൾ ഇരുന്ന്, അതായത് വലിയൊരു വീട് വെച്ചിരിക്കുകയാണ്. പണ്ടത്തെ അവസ്ഥയല്ല. കടങ്ങളെല്ലാം മാറി, മദ്യപാനം മാറി, കുടുംബത്തെ അമ്മ ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ജന്മത്തിൽ 50 കൊല്ലത്തിനുള്ളിൽ ഈ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് കണ്ടാൽ തോന്നിപ്പോകും. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെ സംഭവിക്കണത്? നമ്മൾ അനുഗ്രഹമല്ല കിട്ടുന്നത്, നമുക്ക് ഓഹരിയാണ് കിട്ടുന്നത്. അതാണ് വ്യത്യാസം. അപ്പം സാധാരണ പ്രാർത്ഥനയിൽ നമുക്ക് അനുഗ്രഹം കിട്ടും, പക്ഷെ ഉടമ്പടിയിൽ അവകാശമല്ലേ. ഉടമ്പടി വഴി നമുക്ക് അവകാശമല്ലേ കിട്ടുന്നത്. അതായത് ഈ അവകാശം ഓഹരിയായിട്ടാണ് കിട്ടുന്നത്. അത് കാരണം നമുക്ക് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ നിലവാരം അനുസരിച്ച് ആവശ്യമാണോ അത്രയും അനുഗ്രഹങ്ങളായിട്ടാണ് നമുക്ക് വരണത്. എല്ലാ മേഖലകളിലും ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കാം. അത്ര സുന്ദരമായ രീതിയിലാണ് അമ്മ ഇടപെടുന്നത്. പക്ഷേ എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമേ, ഈ ഉടമ്പടിയിൽ നമ്മൾ അനുഗ്രഹമല്ല നമുക്ക് കിട്ടുന്നത് അവകാശമാണ്. അപ്പം അല്ലെങ്കിൽ ദൈവഭാഗത്തും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയത്തില്ലേ? ഒന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ റോമ 8:17. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ഏറ്റു പറഞ്ഞേ, നാം മക്കൾ എങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും. ഏറ്റു പറയുക, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിമനോഹരമായ ഒരു വെളിപാടാണത്. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോഴേ കുറെ വലിയ കാര്യമാണത്. എന്താ കാര്യം വെച്ചാൽ ക്രിസ്തു നേടിയെടുത്ത കൃപയിലാണ് നമ്മൾക്ക് കൂട്ടവകാശം ലഭിക്കുന്നത്. മനസ്സിലായല്ലേ? ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ ഇത്, അതായത് നമ്മുടെ അനുഗ്രഹവും ദൈവബന്ധവും എല്ലാം ഒരു ബോധമാണ്. ശരിക്കും ആദ്യ ലെവലിൽ ഇത് ബോധമായിട്ടാണ് വർക്ക് ചെയ്യണത്. ഇപ്പം ഞാൻ ചില ആൾക്കാരോട് ബോധമില്ലെന്ന് ചോദിക്കും. എന്താ കാര്യം? അതായത് ആദ്യം എല്ലാ വിഷയങ്ങളും ബോധമായിട്ടാണ് രൂപപ്പെട്ടു വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അനുഗ്രഹവും നമ്മുടെ അവകാശവും എല്ലാം ബോധമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ ദൈവീകരിക്കണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അവകാശത്തെക്കുറിച്ച്, ദൈവ പൈതങ്ങളുടെ സ്വർഗീയ അവകാശങ്ങളെക്കുറിച്ച് ക്രിസ്തു വഴി ഞങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകണം. എൻ്റെ മക്കള്, കർത്താവ് ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളൊരു കോൺഷ്യസ് കളയരുതേ. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ എപ്പോഴും നിരന്തരമായി ഇങ്ങനെ വചനപ്രഘോഷമായിട്ട് മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വചനപ്രഘോഷമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ നിങ്ങൾ ദിവ്യകാരുണ്യത്തെ അറിയാതെ മറക്കും. കൃപാസനം ആരാധനയുടെ ആസ്തി എന്ന് പറയുന്നത് ദിവ്യകുർബാനയുടെ സാന്നിധ്യവും ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം മാതാവിൻ്റെ മാധ്യസ്ഥവുമാണ്. ഇതിന് നടുക്കാണ് നിങ്ങൾക്ക് വചനം നൽകപ്പെടുന്നത്. ഈ വചനങ്ങളെല്ലാം ഞാൻ നോക്കിയതോ പഠിച്ചതോ അല്ല, അഥവാ ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് തന്നിട്ടുള്ളതാണ്, അല്ലാതെ ഞാനൊരു പുസ്തകം നോക്കിയിട്ടുള്ളതല്ല. കർത്താവ് എനിക്ക് മാത്രം തന്ന വചനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. ആർക്കെങ്കിലും കൊടുത്ത വചനങ്ങൾ നോക്കിയോ പഠിച്ചോ ഒന്നും പറയത്തില്ല. എന്നോട് സംസാരിച്ചുള്ള വചനങ്ങൾ, എല്ലാ ധ്യാനങ്ങളിൽ കൂടെ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഉൾക്കാഴ്ചകൾ,
നമ്മൾ അത് എപ്പോഴും എൻ്റെ സഹോദരൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമിൻ്റെ നല്ലൊരു ശതമാനം ടൈം കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിടപാടുകളാണ്. വീട്ടിടപാടുകൾ, ജോലി, വീട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അവിടെ പഠിപ്പ്, ഇത് ഒന്നും വേണ്ടെന്നല്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു ഡബിൾ കോൺഷ്യസ് ഉണ്ടാക്കാൻ പറ്റും. ഡബിൾ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൈമറി കോൺഷ്യസ് ആൻഡ് ഒരു സബ് കോൺഷ്യസ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ മക്കളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ പോകുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു. ചില ആൾക്കാരുമായിട്ട് ഗുസ്തി വെക്കുന്നു. എന്താ ഗുസ്തി വെക്കാൻ കാര്യം? നമ്മളവിടെ കൊണ്ടേ കൊടുത്ത സാധനങ്ങൾ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം കൊടുത്തിട്ട് കാശ് തന്നില്ല, പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ കറുത്തൊക്കെ സംസാരിക്കും അല്ലേ? ചില കറുത്ത് സംസാരിക്കത്തില്ല, ചില ജവമാന ചെല്ലുകയുള്ളൂ. കാര്യം അവർക്ക് ഈ കറുത്ത സംസാരിക്കുന്നവർക്ക് ജവമാന ചെല്ലി എങ്ങനെയാണ് ആളെ നേരെ കൊണ്ടുവരണതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവരത് അറിയണത് വരെ അവർ കറുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിനെ നിഷേധിക്കണില്ല. കാര്യം വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ സഭ്യമായ ലാംഗ്വേജിൽ അതേ ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടൊക്കെ ചെയ്താൽ അധികം നമുക്ക് തലകേടാകാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ വ്യഗ്രതകളുണ്ട്. ഈ വ്യഗ്രതകളെക്കുറിച്ച് കർത്താവ് പറയണത്, മക്കളെ, വ്യഗ്രതയും വിശ്വാസവും തമ്മിൽ ചില സമയത്ത് നമ്മുടെ വിശ്വാസം ഡയലൂട്ടായി പോകും വ്യഗ്രത വരുമ്പോൾ. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ഒരു പ്രിൻസിപ്പൽ കോൺഷ്യസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ ഒരു മെയിൻ കോൺഷ്യസ്, പ്രധാന അവബോധവും ഒരു ഉപ അവബോധവും ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ അത് ദൈവത്തെക്കുറിച്ച് ഒരു പ്രിൻസിപ്പൽ കോൺഷ്യസ്. ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യണത്, എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഒരു കോൺഷ്യസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ്റെ ജോലി അതായത് കൊണ്ടാണ്. അച്ഛൻ്റെ ജോലി, അച്ഛൻ പലതരം ജോലി ചെയ്യുന്നുണ്ടല്ലോ. അച്ഛന്മാരുടെയൊക്കെ ഓരോ ജോലിയൊക്കെ അറിയാൻ പാടില്ലേ? എന്നാലും എന്ത് ജോലി, ഞാൻ ഷാപ്പിൽ 26 ദിവസം 270 ദിവസമൊക്കെ സമരം ചെയ്ത ആളാണ്, അവിടെ കിടന്ന് സമരം ചെയ്ത ആളാണ്. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ജവമാലയാണ് ഉള്ളത്. ആ ജവമാല ചൊല്ലിക്കൊണ്ടാണ് അവിടെ കിടക്കണത്, സമരത്തിന് കിടക്കണത്, ഷാപ്പിടക്കാൻ വേണ്ടി. ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഷാപ്പ് വെച്ച് നമ്മളെ പിന്നെ എന്ത് ചെയ്യും? അപ്പം ഫൈറ്റ് ചെയ്യേണ്ട പാട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. പക്ഷേ പ്രിൻസിപ്പൽ കോൺഷ്യസ് എപ്പോഴും ദൈവമായിരിക്കും, പ്രിൻസിപ്പൽ കോൺഷ്യസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പം നിങ്ങളിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഈ പ്രിൻസിപ്പൽ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്, മലയാളത്തിൽ പറയാം ഒരു പ്രധാന ബോധവും ഒരു അവബോധവും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ, അങ്ങനെയല്ല, ഒരു ഉപബോധവും ഉണ്ടാകണം. ഒരു മുഖ്യബോധവും ഒരു ഉപബോധവും. എന്നിട്ട് നിൻ്റെ സ്പിരിച്വാലിറ്റി എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഖ്യബോധം എന്ന് പറയുന്ന പ്രധാന ബോധം ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴി നടത്തലിനെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ ആഹ്ലാദിച്ചുകൊണ്ട് നമ്മൾ നടക്കും ഓരോ കാര്യങ്ങളിൽ. ഉപബോധം എന്ന് പറയുന്നത് നമ്മുടെ ജോലി ഇല്ലാത്ത അവസ്ഥകൾ, ജോലി കിട്ടുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ തോന്നിവാസ ജീവിതം, അവർ പഠിക്കാത്ത അവസ്ഥ, അവിടെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഉപബോധത്തിൻ്റെ ഭാഗമായി മാറിയാൽ മതി. അത് മെയിൻ ബോധത്തിലേക്ക് കൊണ്ടുവരരുത്. കാര്യം ഇത് നമ്മളെ വിഴുങ്ങരുത്. ശരിക്കും പറഞ്ഞാൽ അല്ലേ, ഇപ്പം അത് നമ്മളെ വിഴുങ്ങരുത്. കാര്യം എപ്പോഴും നമ്മൾ എന്ത് വിഴുങ്ങണമെന്ന് ഈശോ പറയും, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞെന്ന്. അതാണ്. അപ്പോൾ എന്താ ഒരു വ്യക്തിയെ വിഴുങ്ങേണ്ടത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2:17 വാക്യം, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് എപ്പോഴും പറയുന്നത് എന്താണ്? ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. കാല് കഴുകുമ്പോൾ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ ഒരു പ്രിൻസിപ്പൽ നിലപാടാണത്. ഈശോ എന്നാ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യണമെന്നാണ്. അത് കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ഞാൻ ചെയ്ത എന്താ നിങ്ങൾക്കറിയാവോ? ഞാൻ നിങ്ങളോട് ചെയ്ത പോലെ നിങ്ങളും ചെയ്യണം. ശ്രുതികട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 13:8 പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ശിമിയോൻ പത്രോസ് പറഞ്ഞു,
കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണം. 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഈശോയുടെ ഒരു പ്രിൻസിപ്പൽ നിലപാടാണിത്. എന്താണ്? ഈശോ ചെയ്ത കാര്യങ്ങൾ നമ്മളും ചെയ്യണമെന്ന്. ഈശോ എന്താ ഇപ്പം ചെയ്ത കാര്യങ്ങൾ? ഇപ്പം കാല് കഴുകുന്നതാണല്ലോ ലീസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യങ്ങൾ, എളിമപ്പെട്ട് വിനയപ്പെട്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യവുമായി തൻ്റെ ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോ അത് നമുക്ക് മാതൃക നൽകുന്നത്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താ അറിയാമോ? ഈശോയുടെ പ്രിൻസിപ്പൽ നിലപാടാണത്. ഈശോ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ നമ്മളും ചെയ്യണം. ഇപ്പോൾ ഈശോ എന്താ ചെയ്തത്? അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അതല്ലേ നമ്മൾ വായിച്ചത്? അപ്പം ഈശോ അതാണ് ചെയ്തത്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയായിരിക്കണം നമ്മളെ വിഴുങ്ങേണ്ടത്. ഒക്കെ വീടില്ല, ജോലിയില്ല, സാമ്പത്തിക കടമാണ്, ഒക്കെ ശരി. കൃപാസനത്തിൻ്റെ അൾത്താര എന്നുകൊണ്ട് അച്ഛനിലൂടെ ഈശോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 10,000 ഇതെല്ലാം നേടിയ, അവിടെ കണ്ണുനീരെല്ലാം സന്തോഷമാക്കിയ ഒരു സ്ഥലമാണിത്. അവിടെ നിന്നുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ട്. കാര്യം രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോകാത്ത, അത് നമ്മൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ അനുദിനം അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു വലിയ ഇടമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങേപ്പോലെ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എന്നെയും അഭിഷേകം ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ, അതായത് അച്ഛൻ എന്താ പറയണത്? ഒന്നാമത്തെ കാര്യം എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിക്കണമെന്ന് അറിയാവോ? ഈ ഒന്നാമത്തെ കാര്യം മിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങളുണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 6:63 പറയുന്നത് മർത്തായി ശ്ലീഹയുടെ സുവിശേഷം. നിങ്ങൾ ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകാം. അപ്പൊ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് ഈ തീഷ്ണത എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പൊടിക്കുഞ്ഞൊക്കെ ഉള്ള അമ്മമാരെന്താ ചെയ്യണത്? പൊടിക്കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാരെന്ത് ചെയ്യും? അടുക്കളയിലൊക്കെ എന്തെല്ലാം ജോലിക്കൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളതല്ലേ. അപ്പോൾ മറ്റു വീട്ടിലെ അത്യാവശ്യം ജോലിയൊക്കെ അടുക്കള ചെയ്യുമ്പോഴും അവർക്കതൊരു ബോധമുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ഉപബോധവുമുണ്ട്. എന്താണ്? കുട്ടി തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താം. അപ്പോൾ ഈ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ. അവർ ഈ ഉണർന്ന് വരുമ്പോൾ തന്നെ വലിയ വായി നിലവിളിക്കത്തില്ല. അവരിങ്ങനെ ചിടുങ്ങിയേ പിന്നെ അമ്മയെ കണ്ടില്ലെങ്കിൽ വലിയ വായി നിലവിളിക്കത്തുള്ളൂ, ഇല്ലേ? ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ വലിയ വായി നിലവിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശ്വാസം മുട്ടലാവും. അമ്മയ്ക്കറിയാമത്. കുഞ്ഞിനെ നിലവിളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടലാവും. പിന്നെ ശ്വാസം മുട്ടൽ മാറാൻ കുറേ സമയമെടുക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? അടുക്കളയിൽ എത്ര തിരക്കിൽ നിൽക്കുന്ന സ്റ്റൗവിൻ്റെ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ടെങ്കിലും തൊട്ടിൽ കിടക്കുന്ന കുറിച്ച് ചിനുങ്ങുന്നുണ്ടോ എന്ന് അമ്മ ഒരു മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവും. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ ലൗകികമായ ലോകകാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഓർമ്മയും നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു ബോധമാണ് ശരിക്കും. ഇങ്ങനെ ഈ ബോധം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ ഈ ബോധത്തെയാണ് നമ്മൾ പ്രയറായിട്ട് കൺവേർട്ട് ചെയ്യണത്, പ്രാർത്ഥനയായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യണത്. പക്ഷേ ഇഷ്യൂവായി എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പോൾ മാത്രം നമ്മൾ ദൈവത്തെക്കുറിച്ച്, ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞതും കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ്. എന്താണ്? ഈ വിഷയമുണ്ടാകുമ്പോൾ നിങ്ങൾ ആ സമയത്തുള്ള
ദൈവത്തെ വിളിക്കുകയും ഒരു ധൃതിയും ബഹളവും ഒക്കെ അങ്ങനെ കാണിക്കരുത്. എന്താ പ്രശ്നം വെച്ചാൽ അത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ഇഷ്യൂ ബേസ്ഡാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നു, അപ്പോഴൊരു റിലേഷൻ ഉണ്ടാകുന്നു. ആ ഇഷ്യൂ തീരുമ്പോൾ ബന്ധവും മാറിപ്പോകും. അപ്പം അങ്ങനെ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യം ദൈവവുമായിട്ട് എല്ലാവരുടെ ബന്ധങ്ങളും അവസാനിക്കത്തില്ലേ? എല്ലാവരുടെ ബന്ധങ്ങളും അവസാനിക്കും. അവസാനം വീണ്ടും നിലനിൽക്കുന്ന ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമായിരിക്കും. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളെന്ത് പ്രാധാന്യം കൊടുത്താലും എല്ലാ ബന്ധങ്ങളും ഒരു ടൈമിൽ ഇപ്പം നമ്മളില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാകുന്ന ലോകം നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. അതൊക്കെ നിങ്ങളൊന്ന് വേണമെങ്കിലൊന്ന് മരിച്ചു നോക്കണത് നല്ലതായിരിക്കും. അത് വേണ്ട, ചുമ്മാ ഒന്ന് ആശുപത്രി കിടന്നാൽ മതി. ചുമ്മാ ഒന്ന് ആശുപത്രി കിടന്നാൽ ഒരു 10 ദിവസം അടുക്കളയുടെ ഭരണം പോണ വഴിയെറിയത്തില്ല. അതല്ല ഈ ആൾക്കാർ ആ ചെടുത്തിയന്മാരൊക്കെ ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിക്കളാണ് അത് വീട്ടിലോട്ട്. ഞാൻ പോണ ഡോക്ടറെ എന്ന് പറയുമ്പോൾ കുത്തി വെച്ചെങ്കിൽ വെച്ച് സൂചി ഒടിഞ്ഞെങ്കിൽ ഒടിഞ്ഞ് അവർ 4 കാല വീണ് പാടി വീട്ടിൽ തന്നെ എന്താ കാര്യം? വീട്ടിൽ അവരോട് ചോദിച്ചുകൊണ്ടിരുന്ന അമ്മ തോർത്തെന്തേ, അമ്മ സോപ്പ് എന്തേന്ന് ചോദിക്കുമ്പോൾ ചെടുത്തി തോർത്തെന്തേ, ചെടുത്തി സോപ്പ് എന്തേന്ന് ചോദിക്കാനൊരു ശീലമായി പോകും. പിന്നെ അത് മോശം ശീലമാകും. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ചോദിച്ചിരുന്ന ഭർത്താവ് എടി പക്ഷം എന്താ, പക്ഷമായാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പം ചോദിക്കുന്നില്ല. കാര്യം നിങ്ങളില്ല, നിങ്ങൾ ആശുപത്രിയിലാണ്. ആ സ്ഥാനത്തൊക്കെ വേറെ ആൾക്കാർ വരും. ചിലപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ഇരിക്കും, ചിലപ്പോൾ അവിടുത്തെ നിങ്ങളുടെ തന്നെ മകളായിരിക്കും. നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാലും ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ മകൻ്റെ മകളാണെന്ന് പറഞ്ഞാലും മരുമകളെന്നാണ് പറഞ്ഞാലും നിങ്ങളല്ലല്ലോ. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ആരാണെന്ന് പറഞ്ഞാലും നിങ്ങളല്ലല്ലോ. അതുകൊണ്ടാണ് ചേട്ടത്തി അവിടുന്ന് ഓടണത്. ചേട്ടത്തി ഓടുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ചേട്ടത്തി വീട്ടുകാരോട് എന്തെടുത്ത് എൻ്റെ നാത്തൂന് എനിക്ക് അവിടെ കിടന്നൊരു സമാധാനമില്ല. എന്താ കാര്യം? വീട്ടിൻ്റെ കയ്യിൽ കലാപറന്ത പോലെ പാറാപറന്തൽ പോലെ ആയിപ്പോലെ ഈ വല്യമ്മയുടെ വർത്താനാണിത്. എന്നുവെച്ചാൽ ഇങ്ങനെ എല്ലാം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കളിയും കച്ചവടമാണ്. എന്താണ്? അവിടെ ഷഡ്ഡി, അവിടെ ചെരുപ്പ്, ഇവിടെ എവിടെ വെച്ചതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതാണ് കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കിണറ്റിൻ്റെ പുരാണമൊക്കെ ആവും. എന്താ സംഭവം? എന്താണ്? ഇവരുടെ അധികാരം പോയി സെക്കൻഡുകൾക്കുള്ളിൽ. വെറുതെ ഒരു 3 പ്രാവശ്യത്തെ ഒരു 5 ദിവസത്തെ പനി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ആപ്പീസ് പൂട്ടി വീട്ടില്ല. നിങ്ങൾ ഓർക്കുക ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന്. എപ്പോഴായാലും ഇപ്പം നിങ്ങളിപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ ഓടി വരാൻ പറ്റും, ഒരിക്കലും ഓടി വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് ഓർക്കണം. ഒരിക്കലും ഓടി വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക്. ഇങ്ങോട്ട് ഫ്ലൈറ്റും ഇല്ല, ഒരു സംഭവമില്ല. ആ ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യന് എപ്പോഴായാലും പോകേണ്ടി വരും. അന്ന് ഇവിടുത്തെ കളിയും കച്ചവടം കാണാൻ മാത്രമുണ്ട്. അതുകൊണ്ട് അന്ന് പ്രാധാന്യമില്ലാത്ത വിഷയത്തിന് നിങ്ങളായിട്ട് ഇന്ന് പ്രാധാന്യം കൊടുത്തിട്ട് ദൈവത്തെ അവഗണിക്കരുത്. യു ഗോട്ട് എ പോയിന്റ്. മനസ്സിലായോ ഞാൻ പറയണത്? എന്താ ഞാൻ പറയണത്? അന്ന് നിങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ബന്ധങ്ങളെ ഇന്ന് നിങ്ങൾ നച്ചർ ചെയ്യരുത്. കർത്താവിന് അതിൻ്റെ പേര് അവഗണിക്കരുത്. നിങ്ങൾ പ്രിൻസിപ്പൽ ബോധം, അതായത് മുഖ്യമായ ബോധത്തിലെ 1ാമത്തെ സ്ഥാനം കർത്താവിന് തന്നെയായിരിക്കണം. ബാക്കിയെല്ലാം സബ്ബാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ ബന്ധങ്ങളെക്കാളും എല്ലാ സംരംഭങ്ങളെക്കാളും കർത്താവേ നിന്നെ മാത്രം ചേർന്ന് നിൽക്കുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിന്നെ ഓർത്ത് ജീവിക്കുവാനും ബോധത്തിൽ പുലരുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് അച്ഛൻ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഉടമ്പടി നമ്മളെ അവകാശികളാക്കും. എന്താ കാരണം? ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ പദ്ധതിയാണ്. യു ഗോട്ട് ദ പോയിന്റ്. അതായത് എപ്പോഴും മനസ്സിലായി, ഉടമ്പടി നമ്മളെ എന്താകണത്? നമ്മളെ ഔദാര്യമല്ല കിട്ടണത്, നമുക്ക് അനുഗ്രഹമല്ല കിട്ടണത്. പിന്നെ എന്താ കിട്ടണത്? അവകാശം, ഷെയറാണ് കിട്ടണത് ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഗ്നസിനൊക്കെ സാക്ഷ്യം കേട്ടില്ലേ, അവർക്ക് ഷെയറാണ് കിട്ടിയിരിക്കണത്. കുടിച്ച് എല്ലാം നശിച്ച് ഒരു ചെറിയ കുടിൽ പോലൊരു സംഭവത്തിൽ താമസിച്ച് പണിയുമില്ല, വേലയുമില്ല, കൂലിയില്ലാത്തൊരു ആൾ സാക്ഷ്യം പറയുമ്പോൾ അവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഗെറ്റപ്പിലാണ് സാക്ഷ്യം പറഞ്ഞത്. എന്താ? അവർക്ക് ഷെയർ കിട്ടി.
വേറൊരു സാക്ഷ്യം പെരുമ്പാവൂരത്തെ അമ്മച്ചി പറയും. അവർക്കും ഷെയർ കിട്ടിയ പാർട്ടിയാണ്. ഉടമ്പടി ചെല്ലുമ്പോൾ നമുക്ക് ഷെയർ കിട്ടണത്, അത് അവകാശമാണ് കിട്ടുന്നത്. കാര്യം നമുക്ക് മക്കളാണെങ്കിലോ, ഈ മക്കളാണെങ്കിൽ അവകാശികളുമാണെന്ന് പറഞ്ഞാൽ, മക്കളാണെങ്കിൽ ഉടമ്പടി എന്താ ചെയ്യണത്? മക്കളാക്കി മാറ്റുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു രീതി. ആ വചനം ഒന്നിന് വായിച്ചേ, മക്കളാണെങ്കിൽ അവകാശം. റോമാലേഖനം റോമ 8:17. റോമ 8:17. നാം മക്കളെങ്കിൽ നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളാ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. കൈയിടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഈ വചനങ്ങൾ 8:17 അല്ലേ, 8:17 വചനത്തിൽ ഓഫറാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? വാഗ്ദാനം. നമ്മൾ മക്കളാണ്, അപ്പോഴവകാശികളുമാണ്. പക്ഷെ നമ്മൾ അവകാശികളാക്കണത് ആരാണ്? ഉടമ്പടിയാണ്. ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവം. അതായത് പെരുമ്പാവൂരിൽ നിന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവിടെ അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം നല്ല സാക്ഷ്യമാണ്. അതായത് അൽഫോൻസ വർഗീസ് പെരുമ്പാവൂർ. അൽഫോൻസ ചേച്ചി 50-55 വയസ്സ് കാണുമെന്ന് തോന്നണം. അൽഫോൻസ ചേച്ചി പറഞ്ഞത്, എൻ്റെ മകള് ഓരോടത്തും ഉറച്ചു നിൽക്കണില്ല. നേഴ്സാണ്, പക്ഷെ ഓരോടത്തും ഉറച്ചു നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു വിഷമം. കാര്യം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടേ. പക്ഷേ ഈ ഉറച്ചു നിൽക്കാത്ത മകളെ ഓർത്ത് നമ്മൾ ജോലിയുടെ എന്ത് സ്വപ്നം കാണാനാണ്? ഉറച്ചു നിൽക്കാത്ത ഒരിടത്ത് ഒരു ആശുപത്രിയിൽ പോയാലും 4 മാസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 2 മാസം വർക്ക് ചെയ്യും. ഇവിടേക്ക് ഈ സ്ഥാപനത്തിലൊക്കെ ചെന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കാത്ത മകളെ ഓർത്തിട്ട് നമ്മൾ എന്ത് സ്വപ്നം കാണാനാണ്? അമ്മക്ക് വലിയ സ്വപ്നമൊക്കെ ഉണ്ട്, അവളെ ഫോറിൽ വിടണമെന്നൊക്കെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ കക്ഷിനെ ആശ്രയിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പിള്ളേരുടെ നേച്ചർ വ്യത്യാസമാണ്. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ അത് ഭാരമായിട്ട് തോന്നും, അവർ നടന്ന് വീട്ടിൽ പോരും. അപ്പോഴേ അൽഫോൻസ് ചേച്ചി വന്നിച്ച് ഉടമ്പടി ചെയ്യും. പറഞ്ഞ് കർത്താവ്, എൻ്റെ മകളൊരു പെക്കൊരു നേച്ചറാണ്, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എല്ലാ സ്വഭാവവും അമ്മ പിടിക്കും. അതാണ് രസം. എനിക്ക് ഇവളെ ഫോറിൽ വിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ സ്വപ്നം കാണാനൊന്നും എനിക്ക് കാശില്ല. അതാണ് സംഭവം. എനിക്ക് ഫോറിൽ വിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള കാശില്ല എന്ന് പറയും. എന്നിട്ട് ഇവിടെ ഈ ചേച്ചി ഒരു വർത്തമാനം പറയുകയെ, കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഒത്തിരി കാശുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ആ വാക്ക് നല്ല രസം. അവരുടെ വിശ്വാസമേ, ആ അമ്മച്ചി അൽഫോൻസാമ്മയുടെ വിശ്വാസം, കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഒത്തിരി പണമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അതായത് എവിടെ നിന്ന് കേട്ടിട്ടുണ്ട്? വേറെ ആൾക്കാർ ഇതുപോലെ ഗതി കിട്ടാതെ നടക്കുന്ന ആൾക്കാർ വന്ന് അമ്മയുടെക്ക് എന്ന് കണ്ണീരിടുമ്പോൾ അമ്മ വാരിക്കോരി കൊടുത്തവരെ നിലനിർത്തിയിട്ട് അവർ കണ്ണീരോടെ വന്ന് സാക്ഷ്യം പറഞ്ഞ വിഷയമാണ്. എന്നിട്ട് അമ്മ എനിക്ക് 8 ലക്ഷം രൂപ വേണം എൻ്റെ മകളെ പറഞ്ഞു വിടാൻ. അവർ പറയണതേ, ഈ മകളെ ഇവർ ഉടമ്പടി ചെയ്തിട്ട് അമ്മ ഈ കുട്ടിയെ ഫോറിലോട്ട് വിടും. അവൾ അവിടെ ഇപ്പോൾ സെറ്റിലായിട്ട് അവർ 8 ലക്ഷം രൂപ എനിക്ക് എവിടെ നിന്നെല്ലാം ഉണ്ടായെന്ന് എനിക്കൊരു പിടിയുമില്ല, എനിക്ക് അറിയത്തില്ലെന്ന്. കാര്യം ഞാൻ അമ്മയിലാണ് ആശ്രയം. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇതാണ് ഷെയർ എന്ന് പറയണത്. അതായത് അവർക്ക് ഷെയർ കിട്ടിയ പോലെ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവകാശം കിട്ടും. അവകാശം. പക്ഷേ എൻ്റെ മക്കളെ, അവകാശം കിട്ടുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്ത് കോൺസെപ്റ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ സാധ്യതകൾ. ഈശോയ്ക്കൊരു ഭയങ്കര പരിശുദ്ധാത്മാവ് കൊടുത്തൊരു അടിപൊളി പ്രാർത്ഥനയുണ്ട്. ഈശോ ഇങ്ങനെ ചോര വീർത്ത് കിടക്കുകയാണ്. അപ്പോൾ ചോര വീർത്ത് കിടക്കുമ്പോൾ എന്താ സംഭവിക്കണത്? പൂങ്കാവനത്തിൽ കിടക്കുകയാണ് ചോര വീർത്ത്. ഒരു മനുഷ്യൻ്റെ ദാരുണമായ മണിക്കൂറാണ്. അപ്പോസ്തലന്മാർ കൂടെയുള്ളവന്മാരാണെങ്കിൽ പോലും ചപ്പാത്തിയൊക്കെ അടിച്ച് വന്ന് കിടന്ന് ഏമ്പക്കവും വിട്ട് കിടന്ന് ഉറക്കമാണ്. അവനൊക്കെ പറഞ്ഞിട്ടും കേൾക്കണില്ല. അപ്പോൾ ഈശോ ഒറ്റക്ക് ചോര വീർക്കുമ്പോൾ ഈശോ ഒറ്റക്കായി പോയതാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയാണ്. അവസ്ഥ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശോ പറയും, അപ്പാ
ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു. ഇരിക്കുകയാണെങ്കിലല്ല, അതായത് ചിരിക്കണം, കരയണം, ഓടണം തോന്നിപ്പോകും കർത്താവിൻ്റെ ഈ വാക്ക് കേട്ടിട്ടേ. എന്ന് വായിച്ചോളൂ. ശ്രുതികടെ അപ്പ എല്ലാം സാധ്യമാണ് അങ്ങേക്ക്. ശ്രുതികടെ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, മർക്കോസ് ശ്രീയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വചനം. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. എന്നേറ്റ് പറഞ്ഞേ. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലാണ് ഈശോ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിഷയം സാധ്യമെങ്കിൽ ഈ പാനപാത്രം എഴുന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണത്. എന്താണ്? അപ്പാ, ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു. അത് ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ അനന്ത സാധ്യതകൾ ഞാൻ പഠിച്ചത് ഈശോയിൽ നിന്നാണ്. ഈ വാക്കാണ് 14:34 മർക്കോസിൻ്റെ സുവിശേഷം. എന്താണ്? അപ്പാ, ആബ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ അപ്പാന്ന് തർജ്ജമ ചെയ്താലും ശരിയാകത്തില്ല. അത് അറമയ്ക്ക് വെളിയാണ്. അബ്ബ. അതായത് ഈ യഹൂദ കുഞ്ഞുങ്ങൾ, അതായത് ഈ മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളില്ലേ, അത് അപ്പനാണെന്ന് അമ്മമാർ അപ്പനെ കാണിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പക്ഷേ കുഞ്ഞ് അപ്പനാണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ബ്രെയിനിൽ അത് സേവ് ചെയ്ത് വരുന്ന ഒരു സമയം. ചിലപ്പോൾ അതൊരു 3 മാസമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 4 മാസമുള്ള കുഞ്ഞുങ്ങൾ വിളിക്കുന്നതാണ് ആബ ആബ ആബ. അപ്പനെ കാണുമ്പോൾ ആദ്യം വിളിക്കുന്നത് ആബ എന്നാണ്. ഈശോയുടെ കംപ്ലീറ്റ് സറണ്ടറാണ് ഈ സമയത്തെ. ആബാ എന്ന് വിളിക്കും. അത് വല്ലാത്തൊരു ചങ്ക് പറിക്കണ വിളിയാണ്. എന്നിട്ട് പറയാം, അപ്പാ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. എൻ്റെ ദൈവപൈതലേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണെന്ന് പറയുമ്പോഴെന്താണ്? ഈ വിഷയം എനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ അങ്ങേക്ക് സാധിച്ചില്ലെന്ന് പറയത്തില്ലപ്പാ, അങ്ങേക്ക് സാധിക്കുമെന്നേ പറയത്തുള്ളൂ. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ. മക്കളെ, ഇത് കണ്ട, ഇപ്പം പരിശുദ്ധാത്മാവ് പറയുന്ന വിഷയം കണ്ട, ഇതാണ് നമ്മുടെ നിലപാടെന്ന് പറയണത്. എന്താ വെച്ചാൽ ഈശോയ്ക്ക് അറിയാമായിരുന്നു കാര്യം. പിതാവേ, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത് ഈശോയ്ക്ക് അറിയാമത് താൻ കുരിശുമരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു സമയത്തേക്കാണ് താൻ വന്നിരിക്കണതെന്ന്. പിതാവേ, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 12-ാം അധ്യായം 27-ാമത്തെ വചനം. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. See, that means he knows. ഈ പാഷൻ എന്നുള്ള പറഞ്ഞ വലിയ വിഷയം, പീഡാനുഭവം, കുരിശുമരണം, ഇത് മാറ്റപ്പെടാത്തതാണെന്ന് ഈശോയ്ക്കറിയാം. മഹത്വത്തിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ ഇത് മാറ്റപ്പെടാത്തതാണ്. ഈ പാനപാത്രം ഈശോ പറയണ പോലെ അപ്പൻ തിരിച്ചെടുക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയുടെ പ്രാർത്ഥനയുടെ രീതി കണ്ട. എന്താണ്? അപ്പാ, ഇത് നടക്കത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്കിത് നടക്കത്തില്ല എന്നല്ല, നിനക്കെല്ലാം സാധ്യമാണ്. അത് നിലപാടിൻ്റെ ഭാഗമാണ്. ഇപ്പം നിൻ്റെ കല്യാണം നടക്കണില്ല, അപ്പോൾ ദൈവം നിനക്ക് ചെയ്ത് തന്നില്ല എന്ന് പറയരുത്. നിൻ്റെ മക്കൾ നിനക്ക് കിട്ടിയിട്ടില്ല ഇവരൊക്കെ, അപ്പം ദൈവത്തിനത് തരാൻ കഴിയത്തില്ല എന്ന് നീ പറയരുത്. ഈശോയെപ്പോലെ നിൻ്റെ ഇല്ലായ്മയെല്ലാം
ദൈവത്തിന് സാധ്യമാണെന്ന് നീ പ്രഖ്യാപിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ, രോഗം, വീട്, വിവാഹം, സമാധാനമില്ലായ്മ, സാമ്പത്തിക തകർച്ച, എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നീക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. അച്ഛനിലൂടെ ഈശോ പറയായിരുന്നു എന്താണ് കാര്യം. അതായത് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നീങ്ങിയാലും നീ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലുള്ള വിശ്വാസത്തെ നീ എപ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും എന്താ കാര്യം ചെറിയോ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവ് ആശുപത്രിയിലാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? പനിയുണ്ട്, അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നേഴ്സ് പറഞ്ഞ് പ്രഷർ കൂടുതലാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾ ജപമാല എടുത്തെന്ന് വിചാരിച്ചു. ജപമാല എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, ഈ ജപമാല കഴിയുമ്പോൾ പ്രഷർ നോർമലാകും, അല്ലെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ പ്രത്യാശയോടെ നേഴ്സിൻ്റെ മുഖത്ത് നോക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇല്ല, പഴയതുപോലെ തന്നെ നിൽക്കണം. ഓ, ഞാൻ മോന്തയൊക്കെ കയറ്റി അളിഞ്ഞ മോന്ത വെക്കും. ഈ ക്രിസ്ത്യാനിയുടെയൊക്കെ മോന്ത കാണണമെങ്കിൽ അളിഞ്ഞ മോന്ത കണ്ട് ദൈവം മടുത്തിരിക്കുകയാണ്. എന്താ സാധനത്തിൽ നീ കൊന്ത കയ്യിലെടുക്കുമ്പോൾ തറയും ഇത് അളിഞ്ഞ ക്രിസ്ത്യാനിയാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. എന്താ കാര്യം? ഒരു കൊന്ത കഴിയുമ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മോന്ത അളിയും പോവും. ഇവിടെയാണ് ഈ പ്രോബ്ലം വരണത്. എൻ്റെ മക്കളെ, എൻ്റെ അതായത് ഇപ്പോഴും ഈശോ എന്നാ പറയണത്? അപ്പാ, ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്, പക്ഷേ കാര്യം ശരി, പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കും എന്താണ്, അപ്പന് എല്ലാം സാധ്യമാണെന്ന്. ഇതാണ് ഒരു നിലപാടിൻ്റെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ബോധമാണ്, ഒരു നിലപാടാണ്. നീ ഈ ബോധത്തെ വളരണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഇപ്പം അവകാശികളാണെന്ന് പറഞ്ഞില്ലേ, 8:17 നമ്മൾ പറഞ്ഞ് വായിച്ചില്ലേ റോമാലേഖനത്തിൽ, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓഹരിയുള്ളതാണ്. ഈ ഓഹരിയെല്ലാം വാങ്ങിക്കുന്ന ആരാണ് ഇന്നത്തെ കാലത്ത്? ഉടമ്പടിക്കുന്നവരാണ് മേടിക്കുന്നത്. കാര്യം ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നിട്ട് 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൽ എത്ര പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ദൈവനെ കൊണ്ടുവരണത്. അപ്പോൾ മറ്റു പ്രാർത്ഥനകൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. അതിലൂടെ എല്ലാം കെട്ടിക്കൊണ്ടിരുന്നത് അനുഗ്രഹമാണ്. ഇപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? അവകാശമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ്? ഇത് അടിയന്തര കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അസാധ്യ കാര്യങ്ങളെന്ന് പറയും. അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, പിന്നെ അടിയന്തര കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടക്കണം. ഇപ്പോൾ ആ പെരുമ്പാവൂരത്തെ അമ്മച്ചി എന്താ പറഞ്ഞത്? എൻ്റെ മകളെ കയറ്റിവിടേക്ക് കാലണയില്ല, 8 ലക്ഷം രൂപ അടിയന്തരമായിട്ട് കിട്ടണം. അല്ല, അവരുടെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന കാശല്ല, അത് അടിയന്തരമാണ്. ഉടമ്പടിക്ക് വരുന്ന പ്രശ്നം എന്താ പറയണത്? ഉടമ്പടി എന്താ പറയണത്? അടിയന്തരമാണ് വിഷയം. അടിയന്തരം എന്ന് പറയുന്നത് അസാധ്യമല്ല, അസാധ്യം ഇതിനകത്തുണ്ട്, അതല്ല, അടിയന്തര കാര്യങ്ങളാണ് ഉടമ്പടി നടക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വീഞ്ഞ് തീർന്നു പോയി, കാനായിലെ കല്യാണം, അതാണല്ലോ അതിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ എന്താണ് അവിടെ വേണ്ടത്? വീഞ്ഞ് കുഴപ്പമില്ല, വീഞ്ഞ് തീർന്ന സാരമില്ല, ഈ ആൾക്കാരൊക്കെ നമുക്കിനി കൊച്ചിന് ജ്ഞാനസ്ഥാനത്തിൽ വീഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുക? ഇപ്പോൾ കല്യാണമല്ലേ, കുഴപ്പമില്ല, കുറച്ച് പേർക്കുണ്ടെ കിട്ടാതെ ഇരിക്കും. അതെല്ലാ അടിയന്തര പാട്ടും ശരിയാണ്, അങ്ങനെ വരാറുണ്ട്, തീർന്നു പോകാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വിളിച്ച് അവർക്ക് വേറെ ഒരു പാർട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതല്ല, ഇത് അടിയന്തരമായിട്ട് അഭിമാനം രക്ഷിക്കേണ്ട വിഷയമാണ്. അഭിമാനം രക്ഷിക്കേണ്ട വിഷയങ്ങളെല്ലാം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ എടുത്തി പറഞ്ഞ ഇതാണ്, കാശ് എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്നാണ് അമ്മ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്നാണ് അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യും. പക്ഷേ ഈ അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാകേണ്ടത്, ഈ ആരാണ് ഈ അവകാശം പ്രാപിക്കണത്? ഈ ആരാണ് ഈ ഉടമ്പടി എടുക്കണ എല്ലാവരും അവകാശം പ്രാപിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കുറച്ച് താമസിച്ചാണ് പ്രാപിക്കണത്. എന്താ കാര്യത്തറിയാവോ? അത് നിലവാരത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം പൂർണ്ണബോധം വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പൂർണ്ണബോധം,
ഭാഗിക ബോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഭാഗിക ബോധമേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭാഗികമായിരിക്കും. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈശോ ഒരു അപസ്മാര രോഗിയെ ആദ്യം അപ്പോസ്തലന്മാരെല്ലാം കൂടി താബോർ മലയുടെ അടിവാരത്ത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കും. ഇവിടെ 9 പേര് താഴെ ഇപ്പോൾ ഉണ്ട്. ആ കക്ഷികളെല്ലാം കൂടി ഈ അപസ്മാര രോഗിയെ ഒന്ന് കൈകാര്യം ചെയ്യും. അവൻ ഇവരെ എല്ലാം മണ്ണ് കുത്തി എറിഞ്ഞ് വായിക്ക് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുണ്ട് അന്ത്രയോസ് ഉൾപ്പെടെ ആൾക്കാരുടെ വായിൽ മണ്ണടിച്ചിരിക്കുകയാണ് അപസ്മാര രോഗി. അപ്പോഴേ അതിനേക്കാൾ അപസ്മാരത്തേക്കാൾ വലിയ അപസ്മാര രോഗിയായിട്ട് അവൻ്റെ അപ്പൻ നിൽപ്പുണ്ട് അവിടെ. അവൻ്റെ അപ്പന് കാര്യം ഈ നൊരയും പതയും കൊണ്ടുവന്നിട്ടാണ് നാട്ടുകാരുടെയൊക്കെ ഇത് വലിച്ചിഴച്ചാണ് വീട്ടിൽ വഴികളിലും കൂടി ഇവിടെ വലിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ നടക്കണില്ല. അപ്പോഴയാൾ പറയണൊരു വാക്കുണ്ട്, നിൻ്റെ എൻ്റെ ഇവൻ തീലും വെള്ളത്തിൽ വീഴുകയാണ് എപ്പോഴും. കുഞ്ഞുനാൾ പോലും ഇത് തന്നെ പരിപാടിയാണ്. ഈ പണ്ടാരം ചത്ത് കിട്ടി അത്രയും നല്ലതെന്നുള്ള ടോണിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇനി നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയും. മർക്കോസിൻ്റെ സുവിശേഷം 9:22. മർക്കോസ് 9:22. ശ്രുതികട്ടെ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. അതാണ് ഈശോയുടെ കഴിവിൽ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഈശോയുടെ കഴിവിലേ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഇത് പല അണ്ണന്മാർക്ക് വേണ്ടി പ്രശ്നം. അതുകൊണ്ടാണല്ലേ ലാഗ് ചെയ്ത് പോണത്. അതുകൊണ്ടാണ് ഈ ലാഗ് ചെയ്ത് പോണത്. വാഗ്ദാനമാണെന്ന് കണ്ടാലും കയ്യിലിരിക്കണ ആ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്ഗ്രേഡ് ചെയ്യാവുന്ന കൊണ്ടല്ല, അവരുടെ ഈ അപസ്മാര രോഗിയുടെ അപ്പനെന്ന് പറയണത് അയാൾ പറയുന്നില്ല, കുഞ്ഞുനാൾ പോലെ ഇതാണ് അവസ്ഥ. ഇവനെയും ഇവ കൊണ്ട് വളർത്തി എൻ്റെ ജീവിതം മുഴുവനും തീർന്നു. ഇനി അവസാനത്തെ ഒരു അഭയം പോലെയാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ ഈശോ പറയും കഴിയുമെങ്കിൽ എന്നോ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ പറയണത്? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനോട് കർത്താവ് എന്താ പറയണത്? 9:23 കഴിയുമെങ്കിൽ എന്നോ, എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പോഴേ ആ മനുഷ്യൻ പറയുന്ന മറ്റൊരു വചനമുണ്ട്. എന്താണ്? കർത്താവേ എൻ്റെ അവിശ്വാസത്തെ 9:24 ഏറ്റു പറഞ്ഞേ, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ, എൻ്റെ മേൽ കനിയണമേ. അതാണ് വിഷയം അവിടുത്തെ. ഇയാൾക്ക് ഭാഗികമായൊരു ബോധ്യമാണ് ഉള്ളത്. പിടിയാ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ താമസിക്കണത്? ഈ ഭാഗിക ബോധ്യമാണ്. എന്താണ്? അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ കഴിവിൽ ഈ മനുഷ്യൻ അവിശ്വസിക്കുന്നു. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മുൻകാല അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ. ആ തൊടുപുഴയിൽ നിന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഉടമ്പടി എടുത്ത് കഴിഞ്ഞാണ് കുടുംബ പ്രാർത്ഥന തുടങ്ങിയത്, 10 കൊല്ലം കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താ വെച്ചാൽ 10 കൊല്ലം കുടുംബ പ്രാർത്ഥന നടക്കാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഇമാജിൻ? ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കിടത്തി ഉറക്കത്തില്ല. അപ്പോൾ 10 കൊല്ലം ഇതുപോലെ തന്നെ നിരീശ്വര കുടുംബങ്ങളുണ്ടാവും. ചില പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ച് നിരീശ്വരവാദികളായി മാറിയവർ, അല്ലെങ്കിൽ പ്രഖ്യാപിത, അവർക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും, പക്ഷേ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല. അത് ഭയങ്കര ഒരു കുടുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വന്നുപെടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു മരണക്കുരുക്കാണ്. എന്താ കാര്യം? വിശ്വാസം ഉള്ളിലുണ്ട്, പക്ഷേ പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ ഇറക്കിവിട്ട സാധനമാണ് ഓരോരുത്തരുടെ വിശ്വാസം അവൻ്റെ ഉള്ളിലല്ലേ എന്ന്. ഉള്ളിലല്ലല്ലോ,
ഉള്ളിലല്ലല്ലോ. നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രസ്ഥാനം നിൻ്റെ കൈയും കാലും കെട്ടിക്കളഞ്ഞിട്ടല്ലേ. അല്ല, അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പൊതു ശ്മശാനത്തിലൊക്കെ പോയി അവരടക്കുന്നുണ്ടല്ലോ. അതിൽ കാര്യം ഇപ്പോൾ ചില ആൾക്കാർ പൊതു ശ്മശാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സിമിത്തറിയിൽ അടക്കപ്പെടുന്നതിനേക്കാളുപരി പൊതുജനത്തിൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി പൊതുവായിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കലക്കിക്കളയുകയോ അങ്ങനെ ചെയ്യുന്ന കുറേ ഒരു തീരുമാനങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നത് അവർ പ്രവർത്തിച്ച പാർട്ടിയുടെയൊക്കെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. ദൈവമായിട്ട് അകന്ന്, ദൈവമായിട്ട് ഒരിക്കൽ അകന്ന നീ ഓർക്കണം. കാര്യം ഒരു കത്തോലിക്ക കുടുംബത്തിലെ ജനിപ്പിച്ചത് നിനക്ക് തന്ന സൗജന്യ ദാനമാണ്. മനസ്സിലായില്ലേ? സൗജന്യ ദാനമാണ്. അപ്പോൾ സൗജന്യ ദാനമായിട്ട് നിനക്ക് കിട്ടുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ആ വിശ്വാസത്തെ നിലനിർത്താൻ ദൈവം എനിക്ക് സൗജന്യമായിട്ട് തന്ന ദാനമാണിത്, ഇത് ഞാൻ സൂക്ഷിക്കണം. ഈ വിശ്വാസം നിലനിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം എൻ്റെ ജീവിതം. കർത്താവേ, കാര്യമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യത വരെയാണ് ഈ നമ്മുടെ വിശ്വാസം നമുക്ക് നൽകണത്. എന്താ? നിത്യതയാണ്. കാര്യം നിത്യത എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം. കാര്യം ഞാൻ ഇത്രയും കൃത്യമായിട്ട് അമ്മ ജീവനോടെ ഇതേ ഫിഗറിൽ സ്വർഗത്ത് എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിച്ച് ജീവിച്ച ആളാണ്. പക്ഷേ അമ്മ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം വന്നതിൻ്റെ വായിൽ കൈയിടുമ്പോഴും ഒരു പ്രാവശ്യം എൻ്റെ പിറകിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോഴും നിത്യത എന്ന് പറയുന്നത് ഇത്രയും ടാഞ്ചിബിൾ ആണെന്ന് അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് നിത്യതയെക്കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷേ ഇത്രയും സ്പർശ്യമാണെന്ന് അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ബോധമില്ലാത്തവരെ നമുക്ക് വിശ്വാസം ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് ദൈവം ഓരോ വ്യക്തിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയാണ്, ഞാൻ ഈശോയാണെന്ന് ഒരിക്കലും പറയത്തില്ലെന്നും പറഞ്ഞാണ് ഈശോ ഉയർത്തതിന് ശേഷം ആദ്യം പറഞ്ഞത് അതാണ്. നിങ്ങളെ ഉയർത്തപ്പെടുന്ന പിന്നെ ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതൊരു ഭാഗ്യം കെട്ട പരിപാടിയാണ്. തോമസ്, നിൻ്റെ വിരലിങ്ങോട്ട് കൊണ്ടുവരൂ, ദിസ് ഇസ് ലാസ്റ്റ് ചാൻസ്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ. അതാണ് ദൈവത്തിൻ്റെ നിലപാട്. കണ്ട് വിശ്വസിക്കുന്ന വിശ്വാസമായിട്ട് ദൈവം കണക്കാക്കണില്ല. ഇനി ഇപ്പം ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്ന പ്രൈവറ്റ് ദർശനമല്ലത്, അത് ജനതകളുടെ ഇടയിൽ വന്നിട്ടുള്ള സംഭവമാണത്. അമ്മ പറഞ്ഞ വായി നാക്കിട്ടനുസരിച്ച് സുനാമി വന്നു, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ചിക്കൻഗുനിയ വന്നു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു, പിന്നെ H1N1 വന്നു, പിന്നെ ആന്ത്രാക്സ് വന്നു, അതിനുശേഷം പ്രളയം വന്നു, ഇപ്പോഴുണ്ട് കോവിഡും പിന്നെ ഒമിക്രോണും. പരിപാടിയായില്ലേ? അപ്പം അന്ന് മുതൽ ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇതിനൊക്കെ എന്താണ് മറുപടി? പ്രാർത്ഥന മാത്രമേ മറുപടിയുള്ളൂ. ഇതിന് വലിയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാര്യം അതായത് എങ്ങനെയായാലും ഇപ്പം 3ാം തരംഗം കഴിയാൻ പോകുന്നു ഇല്ലേ? അത് കഴിയുമ്പോൾ ഇനി വേറെ രോഗം എന്തോ വൈറസ് വരാൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ദുരന്തങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സാംക്രമിക രോഗങ്ങളും. അപ്പോൾ ഇതിനെ എല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് ഒതുക്കാമെന്ന് വെച്ചാൽ ഒരു ആത്മവിശ്വാസം മാത്രമാണത്. കാരണം കോവിഡ് വന്നവർക്ക് പിന്നെ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കോവിഡ് പിടികളിലൊക്കെ ഓടിക്കയറിപ്പോയി പിറ്റേ ദിവസം കോവിഡ് അടിച്ചൊന്ന് വന്നിരും. നമുക്കൊരു പിടിയില്ല. ആകപ്പാടെ ഒരു പിടി ഉണ്ടായത് ഹൂ എന്നും പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഹൂ എന്നാണ്. ആര്? WHO. ഹൂ. പണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഹൂ എന്നും പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു തരാൻ, ലോകാരോഗ്യ സംഘടന. അപ്പം അതിൻ്റെ പേരെന്താ? WHO. ഹൂ എന്ന് വെച്ചാൽ ഇന്ന് അവരും ചോദിക്കും ഹൂ ആരാണ്? അവർക്കൊരു പിടിയില്ല, അവർക്കൊരു പിടിയില്ല. അപ്പോൾ ഇതാണ് മനുഷ്യരാശിയുടെ മൊത്തം അവസ്ഥ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൂ എന്ന് പറഞ്ഞിരിക്കാനേ പറ്റത്തുള്ളൂ, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല ഈ ലോകത്ത്. ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചത് അമേരിക്കക്കാരിപ്പോൾ തന്നെ വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറയണം. അപ്പോൾ ട്രംപിനെ വിളിച്ച് ചോദിച്ചത് പറഞ്ഞ് ഞങ്ങൾ 20 കൊല്ലമായിട്ട് ഫാക്ടറി എല്ലാം പൂട്ടിയിരിക്കുകയാണെന്ന്. 20 കൊല്ലമേ ലോകത്ത് അറിഞ്ഞിട്ടില്ല ഈ മൈക്രോബയോളജിയുടെ ഫാക്ടറിയെ. അതേൻ്റെ റിസർച്ച് ലാബുകൾ 20 കൊല്ലം, ദാറ്റ് മീൻസ് ഇപ്പോൾ
2000 പൂട്ടിയതാണ് അവർ കമ്പ്യൂട്ടർ വന്നതോടുകൂടി കമ്പ്യൂട്ടറിൻ്റെ പുറകെയാണ് അവർ പോയത്. എല്ലാ ഫാക്ടറിയും പൂട്ടി. പിന്നെ എന്ത് ചെയ്ത് ബാക്കിയുള്ള സെക്കൻഡ് വേൾഡിലുള്ള ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇഞ്ചക്ഷനൊക്കെ തന്നത്. എന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വീണ്ടും വരത്തില്ലെന്നും വിചാരിക്കരുത്, ഇതൊക്കെ ഒരു ഉറപ്പാണ്, അത്രയൊക്കെ പറയാനുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ അവസ്ഥ നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോരുത്തരും അവന്മാരെ സൂക്ഷിച്ചാൽ അത്രയും നല്ലതെന്ന്. അതാണ് ഈ സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സംവിധാനം എന്താണ്? അവനവനെ സൂക്ഷിക്കുക എന്നാണ്. അത് കറക്റ്റാണത്. അദ്ദേഹം അത് 8 മാസം മുമ്പ് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടു പോയി അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം പ്രാർത്ഥന എന്ന് പറയണത് അത് ശരിക്കും പ്രാർത്ഥന നമ്മളെ അവകാശികളാക്കുകയാണ് ദൈവത്തിൻ്റെ. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇത് അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒന്ന് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിതം വേറെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമായിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോയ്ക്ക് മനസ്സിലായി, അത് കുരിശു മരണമാണ്. പക്ഷേ എന്താ ഈശോ പറയണത്? എൻ്റെ ഇഷ്ടം ഇത് മാറണമെന്നാണെങ്കിലും അങ്ങയുടെ ഇഷ്ടം ഇത് നടക്കണമെന്നാണ്, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. പക്ഷേ ഞാൻ വിശ്വസിക്കും ഈ ചോര വിയർത്ത് കിടന്നുണ്ട് എന്താണ്? അങ്ങയ്ക്കെല്ലാം സാധ്യമാണെന്ന്. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് അച്ഛൻ പറഞ്ഞില്ലേ, അപസ്മാര രോഗിയുടെ പിതാവിനോട് പിതാവ് എന്താ പറഞ്ഞത്? അങ്ങയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. അതാണ്. അപ്പോൾ ഈശോയുടെ ജീവിത പ്രയാസങ്ങളും രോഗങ്ങളും ഈ മകനുമായിട്ടുള്ള മൽപ്പിടുത്തവും എല്ലാം കണ്ട് അയാളുടെ മനസ്സ് തളർന്ന്, വിശ്വാസം തളർന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ അയാൾ പറയണത്. ഇപ്പം നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം തോന്നണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ രോഗവും നമ്മുടെ കുടുംബത്തിൻ്റെയും അവസ്ഥകളെല്ലാം കൂടിയായിരിക്കും. ഇങ്ങനെയായാൽ പക്ഷേ ഈശോ ചോദിക്കും, കഴിയുമെങ്കിലെന്നോ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഈശോ പറയണത്. അതല്ലെങ്കിൽ അത് ഈശോ അറ്റൻഡ് ചെയ്യേണ്ട ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം 12:9:22 എന്താ പറയണത്? അപസ്മാരോഗിയുടെ പിതാവ് ഈശോ പറയുന്നതാണ്, ഞാൻ ഈ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ കൊണ്ടുവന്നു, അവർക്കൊന്നും നടന്നില്ല. നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നണം. അപ്പോഴേ ഈശോ അതിന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അവിടെയാണ് പണിയായിപ്പോയത്. കഴിയുമെങ്കിൽ എന്നോ എന്ന് വെച്ചാൽ അങ്ങനെ പറയരുതെന്ന്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അങ്ങനെ പറയരുത്. എങ്ങനെയാണ് പറയേണ്ടത്? പിതാവേ, അങ്ങക്കെല്ലാം സാധ്യമാണെന്ന് പറയണമെന്ന്. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഈശോ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കോത്തരം പറയാനൊന്നും പറ്റത്തില്ല. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കണമെങ്കിൽ മിനിമം കാറ്റഗറിസം ഉണ്ടാകണം. എന്താ കാര്യം? എങ്ങനെയാണ് ദൈവതിരുസന്നിധി പെരുമാറേണ്ടതെന്ന് അറിയണം. കഴിയുമെങ്കിൽ എന്നോ എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോഴേ അത് തന്നെ ഗെത്സെമനിലാവും പറയണത്. അപ്പാ ആ 34 14:34 എന്താണ്? അപ്പാ മർക്കോസിൻ്റെ 14:34 എന്താ പറയണത്? അപ്പാ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. മർക്കോസിൻ്റെ 14:34 അങ്ങയ്ക്കെല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈശോ മർക്കോസിൻ്റെ 9:23 പറയണത്. എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ അപ്പായിലുള്ള അനന്തമായൊരു വിശ്വാസിയാണ്. പുത്രൻ തമ്പുരാൻ പിതാവായ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കണത്? ദൈവവേദലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ ക്ലേശ ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ അതുപോലെ വിശ്വസിക്കാൻ അഭിഷേകം തരാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പിതാവായ ദൈവത്തില് പുത്രൻ തമ്പുരാൻ വിശ്വസിച്ചതുപോലെ എൻ്റെ ചോരവിയർപ്പിൻ്റെ കാലങ്ങളില് അതുപോലെ വിശ്വസിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗികമായ ബോധ്യമില്ലേ? ഇപ്പം നമ്മൾ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് എന്താ വേണ്ടത്?
എല്ലാ കാര്യങ്ങളും വാഗ്ദാനത്തിലല്ലേ ഇരിക്കണത്. ഇപ്പം നിൻ്റെ വിവാഹവും നിൻ്റെ മക്കളും നിൻ്റെ ജോലിയും നിൻ്റെ രോഗസൗഖ്യവും എല്ലാ ഭൂമിയിലൊരു മനുഷ്യന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേരിലാണ്, വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. ഈ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കുന്നത്. പ്രാപിക്കുന്നത് എന്താണ്? പണ്ട് മുതലേ ഉള്ള, അതായത് ഈശോമിശിഹാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ത് ചെയ്യണം? സർവീസിനെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പക്ഷെ എന്താണ് അപേക്ഷിക്കണമെന്നൊരു പിടിയില്ല. അതാണ് ഉടമ്പടിയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മളെപ്പോഴും ആ പ്രാർത്ഥന ചെല്ലണം, സുഹൃത്ത് ജപം. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം? ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. കാര്യം ഉടമ്പടി വാഗ്ദാനത്തിനെ പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ വാഗ്ദാനത്തെ പ്രാപിക്കുമ്പോൾ ഈ ഉടങ്കൊല്ലി അപസ്മാര വിശ്വാസം അങ്ങോട്ടാണ്, അവൻ്റെ പേര് അപസ്മാര വിശ്വാസമാണ് അവനുള്ളത്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ. കഴിവില്ലെങ്കിൽ ഈ ശവത്തിൻ്റെ കൂടി ഞാൻ പോയിക്കൊള്ളാമെന്നാണ് പറയണതേ. അതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് വിഷമം വേണതേ. അയാളുടെ വർത്തമാനത്തിൽ ഞാനാണ് കർത്താവെങ്കിൽ അവരെ കാര്യം പോച്ചു കളഞ്ഞു. എനിക്കറിയാം അവന് വിശ്വാസമില്ലെന്ന്. നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യാൻ വെച്ചാൽ, കഴിവില്ലെങ്കിൽ ഞാൻ ഈ സാധനത്തിനായിട്ട് കെട്ടിയെടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിൽ പോയിക്കൊള്ളാം. ഇങ്ങനെ ഭാഗികമായ വിശ്വാസം, അത് ഈശോ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് പറഞ്ഞു. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവരെല്ലാം സാധിക്കും. അപ്പോൾ ഈശോ എന്താ പറയണത്? എന്നിട്ട് ആ മനുഷ്യൻ ഈശോ അയാളുടെ സംസാരിച്ച പാക്ക് വെളിവായി. അയാളെ പറയും, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചെന്നെ സഹായിക്കണമേ. അതാണ് സംഭവം. അതായത് അവിടുത്തെ വിഷയം എന്താണ്? ആ കഴിയുമെങ്കിലെന്നോ ചോദിക്കാൻ കാര്യം എന്താണ്? അവിശ്വാസമാണ്. അതാണ് 9:24, മർക്കോസ് 9:24. എന്താണ്? കർത്താവേ സോറി, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ എല്ലാ വിഷയങ്ങൾക്കും ഈ പരിഹരിക്കാനുള്ളൊരു വിഷയമാണ് അവിശ്വാസം. ഇപ്പം നീ ഓർക്ക് എൻ്റെ മകനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഈശോയോട്, പണിയായിരുന്നേനും. എൻ്റെ മകളെയാണ് ഞാൻ ഈശോയുടെ കൊണ്ടുവന്നത്, ഞാൻ ഇയാളെപ്പോൾ ഇങ്ങനെ പറയത്തില്ലായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ നിനക്കിപ്പോൾ തോന്നണത്. പക്ഷേ അക്കാര്യത്തിൽ നീ പറയത്തില്ല, വേറൊരു കാര്യം പറയുമ്പോൾ നീ പറയും. അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ളൊരു വിഷയം വരുമ്പോൾ വിശ്വാസം, അതായത് നിനക്ക് എന്ത് സംഭവിക്കുന്നു, നിൻ്റെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള ഭാരം വരുന്നു. ഇപ്പോൾ 2 കിലോ ഭാരമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നീ ഇതുപോലെ തന്നെ അത് മേക്കപ്പ് ചെയ്യും. പക്ഷേ 20 കിലോ ഭാരം വന്നാൽ എന്ത് ചെയ്യും? അതായത് നിനക്കിപ്പോൾ 20 കിലോ ഭാരമാണ് ഉള്ള ഒരു ജീവിത പ്രശ്നമാണ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ അവിശ്വാസത്തെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിന്നെ 20 കിലോ ഭാരം എടുത്തിട്ട് നിന്നെ കൂനി പിടിച്ച ആളായിട്ട് നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അതായത് നിൻ്റെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് ആ വിശ്വാസം 20 കിലോ അല്ലെങ്കിൽ 25 കിലോ നിൻ്റെ കുടുംബജീവിതത്തിൽ നിനക്കൊരു ഭാരം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിൻ്റെ ഈ 10 കിലോ എടുക്കാൻ പറ്റിയ വെയിറ്റിൽ നിന്ന് നിന്നെ അത്രയും വശത്തേക്ക് നിന്നെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. അവിശ്വാസത്തെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതാണ് പറഞ്ഞത്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുകയും, ഈ രക്തസ്രാവക്കാർ രോഗിയില്ലേ, അവരുടെ വിശ്വാസം പറയണം, ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? അവൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടേത് മാത്രമാണ്. മനസ്സിലായില്ലേ? മറ്റുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് അവരെ കണ്ടിട്ട് ഉടമ്പടി എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടേ. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് വല്ലതും നടക്കുമോ ഇല്ലെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന്. വെറുതെ എന്തിനാ വണ്ടിക്കാശ് കളയണമെന്നാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അത് പറയത്തില്ല. അങ്ങനെയുള്ളവന്മാരെ അത് അവിടെ പ്രശ്നം കണ്ടു. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ദൈവം അറിയും. അല്ല, 139 സങ്കീർത്തനത്തില്ലേ അങ്ങനെയില്ലേ? ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നാൽ എന്ന് വെച്ചാൽ ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഇത് ഇപ്പോൾ രക്തസ്രാവമൊക്കെ ഒരു രോഗി എന്താ ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ലൂക്കാ സുവിശേഷം 8:15, വിശുദ്ധ ലൂക്ക 8:15 എന്താ പറയണത്? ഈ അമ്മമാരില്ലേ, അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമല്ലേ ഈശോൻ്റെ അടുത്ത്.
അപ്പോഴെന്ത് ചെയ്യും അപ്പോസ്തലന്മാർ മാറ് 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 എന്ന് പറഞ്ഞത് തിക്കി തള്ളി മാറ്റും. കർത്താവിനെ തൊടല്ലേ, ഈശ്വരനെ തൊടല്ലേ മാറി. കാര്യം എന്താ, ഇവന്മാർക്ക് വിശന്ന് കാണും, അതായിരിക്കും സംഭവം. ഇനി ഈ അമ്മമാരെ അടിച്ച് തല്ലി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിണി കിടക്കും. അതാണ് വിഷയം. അപ്പോൾ അവർ ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓടിച്ചിട്ട് വരും. അപ്പോൾ ഈശോ പറയും അവരത് ഓടിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവർ തള്ളി മാറ്റല്ലേ, കുഞ്ഞുങ്ങളുടെ അടുത്ത് വരാൻ അനുവദിക്കും, അവരെ തടയരുതെന്നൊക്കെ ഈശോ പറയും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ ഈശോ ചുറ്റും നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ പോലും നേച്ചർ ഇതാണ്. എന്താ നേച്ചർ? കർത്താവിനെ തൊടാമെന്നെ ആൾക്കാരെ തള്ളി മാറ്റുകയാണ്. ആ സ്ഥലത്താണ് ഈ രക്തസ്രാവ രോഗി വരുന്നത്. വല്ല പണിയും നടന്ന് കാണുമോ? കർത്താവ് അവൾ സുഖപ്പെട്ട് കഴിഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അപ്പോസ്തലന്മാർ പറയണത്? 8:45 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:45 എന്താ പറയണത്? ജനം മുഴുവനും നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതാണ് സംഭവം. ജനം മുഴുവൻ നിന്നെ തിക്കിഞ്ഞിരിക്കുകയല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ജനം തിക്കിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെ തൊട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതായത് പല ആൾക്കാരും തൊടുന്നുണ്ട്. അതാണ് പ്രശ്നം. പല ആൾക്കാരും തൊടുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കർത്താവിനെ തള്ളി മറിച്ച് കർത്താവിൻ്റെ മേത്തിടുന്നുണ്ട്. ചില ആൾക്കാർ വട്ടം തല്ലി നിൽക്കുന്നുണ്ട്. കാല് മുമ്പോട്ട് പോകുന്നവരും കാല് മടക്കി വീഴുമല്ല. അങ്ങനെ പല അംഗങ്ങളോട് നടന്നുകൊണ്ടിരിക്കുകയും ജനം തിക്കിയിട്ട്. പക്ഷെ അവരാരും സുഖപ്പെടുന്നില്ല. ഇവളിങ്ങനെ കർത്താവിനെ തൊടാൻ വേണ്ടി വരണ സമയത്തായിരിക്കും ഒരു തള്ളു വരുന്നത്. അപ്പോൾ തള്ളു അവൾ പുറത്തായി. പിന്നെ അവളിങ്ങനെ അതിൻ്റെ അടുത്ത് നുണ്ടും നുളഞ്ഞും പിന്നെയും വന്ന് കർത്താവിനെ തൊടാൻ നേരത്ത് അപ്പോൾ അടുത്ത തള്ളു വരും, തിക്കൽ വരും. പിന്നെ അവളെ കർത്താവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇവൾക്ക് തൊടാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെയല്ല, കർത്താവ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഈ രക്തസ്രാവക്കാര രോഗി കർത്താവിനെ തൊടാൻ വേണ്ടി പല അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അവിടെ. ഈ തിക്കലും ഞെരിക്കലും അത് 7 അറ്റംപ്റ്റങ്ങളങ്ങനെ പരാജയപ്പെട്ടു പോകും. എന്നാലും അവൾക്കൊരു തീരുമാനമുണ്ട്. എന്താണ് അവളുടെ തീരുമാനം? എന്താ? അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളിൽ കരുതിയിരുന്ന്. അതുകൊണ്ടാണ് 1 കിലോമീറ്റർ മുമ്പ് തൊടാൻ തുടങ്ങിയ പാർട്ടിയാണിത്. 5-8 പ്രാവശ്യം ഇപ്പം തൊട്ടില്ലെന്നാകുമ്പോൾ തള്ളിപ്പോവും. പക്ഷേ എന്നിട്ട് ഇവിടെ അവിടെ അറ്റംപ്റ്റ് കളയണില്ല. ഒരു വിശ്വാസിയുടെ നിലപാടാണത്. രക്തസ്രാവക്കാര രോഗിയെ അവിടെ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അവൾ കൈകുപ്പി പറയും. അപ്പോൾ പറയണ ഈശോ എന്താ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ. കാര്യം എന്താണ്? ഒറ്റ അറ്റംപ്റ്റിലല്ല, പല അറ്റംപ്റ്റ് നടത്തി പരാജയപ്പെട്ടു. പല ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടും അവൾ പിന്തിരിയാതെ നിന്നതാണ് അവളുടെ വിഷയം. ഈ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല, വീണ്ടും പ്രാർത്ഥന ചൊല്ലി നടന്നില്ല. പക്ഷെ നടക്കാതെ വരുമ്പോൾ നടക്കണ വരെ ഇവളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അവസാനം 8ാമത്തെ പ്രാവശ്യം ഇവൾ കർത്താവിനെ തൊടും. അപ്പോഴവൾ സൗഖ്യം പ്രാപിക്കും. പക്ഷെ അപ്പോൾ ഈശോ എന്നാ പറയണത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത് ഇവളുടെ പൂർണ്ണ വിശ്വാസമാണ്. അതാണ് ഈ ഭാഗിക വിശ്വാസമുണ്ട്. മറ്റേ ചേട്ടൻ്റെത് ഭാഗിക വിശ്വാസമാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ പറയുന്നത് ഭാഗിക വിശ്വാസമാണ്. അണ്ണന്മാർക്കൊരു 90% മനുഷ്യർക്കും ഭാഗിക വിശ്വാസക്കാരാണ്. ഈ ഭാഗിക വിശ്വാസത്തിൻ്റെ 90%-നെയാണ് ഉടമ്പടി ടാസ്ക് ആൻഡ് ടാർഗറ്റ്. ഈ ഭാഗിക വിശ്വാസത്തിൽ കഴിയുന്ന 90%-നെയാണ് നമ്മൾ ഉടമ്പടി പ്രോജക്റ്റിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യണത്. പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യും. കാര്യം എന്താ? ഉടമ്പടിയുടെ ഫോർമുല അനുഗ്രഹത്തെ അവകാശമാക്കുന്ന ഫോർമുലയാണ്. പക്ഷേ ഈ അവകാശമാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? ഇവന് ഈ ദൈവവചന ധ്യാനം കാരണം ആൾക്കാരുടെ സാക്ഷ്യം കൊണ്ട് ഇവരെന്ത് സംഭവിക്കണം? ഉടമ്പടി എടുത്തവർ നിർബന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയണത്? നിങ്ങൾ ചൊവ്വാഴ്ച ഉള്ള ഒരു 4 ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടാവും. 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം 3 സാക്ഷ്യമെങ്കിലും നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതായത് നിങ്ങൾ ഈ 90% കൂടെ ഉള്ള ആൾക്കാരാണ്. എന്താണ്? നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ മകനെ സഹായിക്കാൻ. അവിശ്വാസത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട് കുറച്ച്. പക്ഷേ രക്തസ്രാവക്കാര രോഗി എന്താണ്? പരപ്രാവശ്യം തള്ളി പുറത്തോട്ട് മാറുമ്പോഴും
എന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നില്ല, അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പോഴാണ് തൊടാൻ പറ്റണത്, തൊടാൻ പറ്റുമെന്ന് അവിടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്, തൊട്ടാൽ സൗഖ്യപ്പെടുമെന്ന് അവൾക്കൊരു വിശ്വാസമുണ്ട്. അതൊരു വിശ്വാസിയുടെ ഒരു മാതൃകയാണ് ഇവളെ. അതിനകത്ത് ശരണമുണ്ട് ശരിക്കും. കാര്യം പല പ്രാവശ്യം തൊടാൻ വന്നിട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ സമയത്ത് പോകും. പക്ഷേ എന്നിട്ടും അവൾ പോകാതെ വീട്ടിൽ പോകാതെ നിൽക്കുകയാണ് അവൾ ശരിക്കും. അപ്പം അതുകൊണ്ടാണ് ശരണം അതിനകത്തുള്ളത്. എന്നിട്ടാണ് ഈ ശരണവും വിശ്വാസവും കർത്താവിനോടുള്ള അടുപ്പവും എല്ലാം കൂടിയാണ് അവൾ പറയണത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണത്. അതെന്ന് പറയണത് ഭാഗിക ബോധമല്ല, അത് പൂർണ്ണമായൊരു ബോധമാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഈ പൂർണ്ണ ബോധം ഉണ്ടാകണം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ മറ്റേ വസുമാര രോഗിയുടെ അപ്പനെപ്പോലെ കാണിക്കരുത്. മറിച്ച് ഈ രക്തസ്രാവ രോഗിയെപ്പോലെ ഒരു പൂർണ്ണ അവബോധം ഉണ്ടാകണം. ഈ കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ ഏതെങ്കിലും തൊട്ടാൽ മതി, താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്നത് പൂർണ്ണബോധമാണ്. പൂർണ്ണബോധം ഇത് അതായത് വാഗ്ദാനത്തിന് ഏറ്റവും എനിക്കാണത് പൗലോസ് അപ്പോസ്തലനാണ് ഇതിൻ്റെ ആൾ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഭാഗിക ബോധം കൊണ്ട് ശരിയാകത്തില്ല, വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണമായ യേശു ആരാണെന്നുള്ള പൂർണ്ണമായ ബോധം. എനിക്കാണ് 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതിന് പറഞ്ഞേ, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതാണ് സംഭവം. അതായത് ആടെ കാര്യമാണ് ഈ പറയണത്, എബ്രാഹത്തിൻ്റെ കാര്യമായി പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം അവന് നീതിയായിട്ട് പരിഗണിച്ചു എന്ന് പറയണില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഇയാളുടെ പൂർണ്ണ ബോധ്യമാണ്. ഒക്കട്ട അങ്ങനെയല്ല, കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞല്ല പുള്ളി വീടിന്ന് പോരണത്. എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന സ്ഥലം, വാഗ്ദാന നാട് ദൈവം എനിക്ക് തരും. എൻ്റെ മക്കളില്ലാത്ത 75-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കണത്. പക്ഷെ എനിക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞാൽ തരും, തന്നിരിക്കും. അത് പൂർണ്ണ ബോധ്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി വാഗ്ദാനത്തിന്റെ പ്രാർത്ഥനയാണ്. ആ വാഗ്ദാനം പ്രാപിക്കാൻ അബ്രാഹത്തെ പോലെ എനിക്ക് വേണ്ടത് പൂർണ്ണ ബോധ്യമാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥത്താൽ വാഗ്ദാനം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്താൽ ഈ ആരാധന നിമിഷം ഇപ്പോഴേ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. പിന്നെന്ത്? ഭാഗികമായ ബോധ്യമുണ്ട്, പൂർണ്ണബോധ്യമുണ്ട്. ഈ പൂർണ്ണബോധ്യത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ കണ്ട ലൂക്കാ സുവിശേഷം 8:45, 46, 47 രക്തസ്രാവക്കാര രോഗി. ഇത് രണ്ടും കൊണ്ട് നമുക്ക് വാഗ്ദാനം രക്തസ്രാവക്കാര രോഗിയുടെ പൂർണ്ണബോധ്യം. അതുകൊണ്ടാണ് പല പ്രാവശ്യം അറ്റംപ്റ്റ് പരാജയപ്പെടുമ്പോഴും ഇവിടെ അവസാനം വരെ നിൽക്കുന്നതിൻ്റെ കാര്യം അവിടെ പൂർണ്ണബോധ്യം കൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ചിലർക്ക് അതുകൊണ്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് വേറൊരു കണ്ടൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. വാഗ്ദാനം പ്രാപിക്കാനുള്ള മാർഗം ഞാൻ പറയുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ അത് ലഭിക്കാനുള്ള കുറച്ച് നോഹാവ് ജ്ഞാനസൂത്രങ്ങളുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാൽ, ഒന്ന് പൂർണ്ണബോധ്യം ഉണ്ടാകണം. അപ്പം റോമാ 4:21 അനുസരിച്ചുണ്ട്. പിന്നെ ഒന്നെന്താ, കണ്ടൻറ് ഓഫ് സഫറിങ്. ഞാനിതെല്ലാം പറയണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണിത് പറയണത്, അല്ല എവിടെ നോക്കി പറയണമല്ല. അപ്പോൾ ഈ കണ്ടൻറ് ഓഫ് സഫറിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് എനിക്ക് സുവിശേഷത്തിൽ ഞാൻ പരിചയപ്പെട്ട ആൾ കാനങ്കാരിയാണ്. കാനങ്കാരി സൂപ്പറാണ്. അതായത് കാനങ്കാരിയുടെ പ്രശ്നം എന്താ? കാനങ്കാരിയുടെ പ്രശ്നം അവളുടെ മകള് പിശാച് ബാധിതയാണ്. ഒന്നാമത്തെ അവൾക്ക് അവകാശമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കാനനക്കാരിയാണ്, വിജാതി സ്ത്രീയാണ്, യഹൂദനല്ല, എബ്രാഹത്തിൻ്റെ സന്തതിയല്ല. അപ്പോൾ അതുകൊണ്ട് അവകാശമില്ലാത്തവരാണ് അവകാശം പ്രാപിക്കുന്ന രീതി നോക്കണം. ഇറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. എന്താ ഇപ്പം നമ്മൾ എനിക്ക് വേണത് 8:27, 8:28 10 സ്ത്രീകളുടെ സുവിശേഷത്തിൽ, അതായത് കാനൻകാരി വരുമ്പോഴേ അവൾ വന്ന് കർത്താവിനെ കാണും. അവൾക്ക് അവകാശമില്ല. കാര്യം എന്താണ്? അവൾ വിജാതി സ്ത്രീയാണ്, യഹൂദനല്ലെന്നർത്ഥം. അപ്പോൾ പിന്നെ ഔദാര്യമാണ് വേണ്ടത്, ഔദാര്യം. പക്ഷേ ഈ ഔദാര്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ
കർത്താവ് ഇവരോട് പറയും, മകളെ അത് അവകാശമാക്കി മാറ്റാൻ പറയും. അതായത് കാര്യം ഔദാര്യം കൊടുക്കാനല്ല ദൈവത്തിന് ഇഷ്ടം. അവൾ വിജാതീയരാണെന്നൊക്കെ പറയുന്ന മാനുഷ്യമായ വർത്തമാനം ദൈവത്തിൻ്റെ മുമ്പിൽ യഹൂദനും മകൻ അവളും മകളാണ്. നാട്ടിൽ വിജാതീയരൊക്കെ പറയുന്നില്ല, ദൈവം ഇത് പറയത്തില്ല. അവിടെയാണ് വിഷയം. ദൈവം അത് പറയത്തില്ല. കാര്യം രണ്ടും ദൈവമല്ല എല്ലാത്തിനും സൃഷ്ടിച്ചത്. അത് കാരണം ദൈവമൊന്നും വിജാതീയരാണെന്ന് സജാതീയരാണെന്ന് ഒന്നും പറയത്തില്ല. അവൾ വിജാതീയ രീതിയിൽ കെഞ്ചി സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുകയും ഔദാര്യമായതുകൊണ്ട് ഇവളിങ്ങനെ കെഞ്ചി നിലവിളിച്ചാണ് ഇവൾ ചോദിക്കണമല്ല. അവൾ ഒരു കോൺഫിഡൻസ് അവൾക്കില്ല. അപ്പോൾ ഔദാര്യമാണ്. അപ്പോൾ ഈശോ പറയും, മോളെ ഔദാര്യമല്ല, നീ വിജാതിയുടെ കാര്യം ശരി, അതൊക്കെ നാട്ടിൽ പറയണ വർത്തമാനമാണ്, അത് എന്നോട് പറയണ്ട. നീ അവകാശിയാണ്, നീ അവകാശത്തിൽ ചോദിക്കാൻ പറയും. അവൾക്കത് അറിയത്തില്ല. കർത്താവ് ഈ ഔദാര്യത്തിൽ നിന്ന് ഇവരുടെ പ്രാർത്ഥനയെ അവകാശത്തിലേക്ക് കൺവേർട്ട് ചെയ്യണത് അടിപൊളിയായിട്ടുള്ള ഒരു ഭയങ്കരമായ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിസ്മയകരമായ ഒരു കാഴ്ചയാണ്. കർത്താവ് മൈൻഡ് ചെയ്യത്തില്ല ആദ്യം ഇവളെ. കാര്യം എന്താണ്? ഇവൾ ഔദാര്യം കൈപ്പറ്റാൻ വന്നിരിക്കണല്ലേ, മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ പത്രോസ് ഇടപെടും. പത്രോസിനോട് ഇവർ പറയും, ഇവൾ മധ്യസ്ഥ പ്രാർത്ഥന വെക്കും. അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയൊന്നും നടക്കത്തില്ലായിരുന്നു. അമ്മ ഈശോയോട് പറഞ്ഞാൽ അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞാൽ പത്രോസ് പറഞ്ഞിട്ട് പത്രോസിന് മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഏറ്റില്ല. പത്രോസ് പറഞ്ഞ, കർത്താവേ നമ്മുടെ കൂടെ ഇവളെ കരഞ്ഞ് തല്ലി വരുന്നല്ലോ, അവളെ പറഞ്ഞു വിടാൻ പറയും. അപ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥന ഏക്കാതെ വന്നപ്പോൾ അതിന് ഈശോ പറയണത് കുറച്ചുകൂടി കട്ടിയായ ഒരു സാധനമാണ്. എന്താ പറയണത്? അതായത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. കാര്യം ഇവളുടെ ചോദ്യം നായ്ക്കളെ പോലെയാണ്, വാലുവാട്ടി കിടന്നുകൊണ്ട് നിലയും വിളിച്ചുകൊണ്ട്. ഈശോയ്ക്ക് അത് ഇഷ്ടമില്ല. അതങ്ങനെ അവൾ ചോദിക്കാൻ ആഗ്രഹിക്കണില്ല. കാര്യം യഹൂദനായാലും അവളായാലും ഈശോയുടെ മുമ്പിൽ ഒന്നുപോലെ ഒന്നാണ്. പക്ഷേ യഹൂദന്മാർ പറയണത് ഇവരൊക്കെ വിജാതികളാണ്, പട്ടികളാണെന്ന് പറയും. ആ ഒരു മനോഭാവത്തിൽ ഈശോ പറഞ്ഞ് ചേഞ്ച് ചെയ്യ്, ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യ്. ഔദാര്യത്തിന് വേണ്ടി കെഞ്ചണ, ധർമ്മത്തിന് വേണ്ടി തെണ്ടണ ഒരു സ്റ്റൈല് മാറ്റിയിട്ട് നീ അവകാശത്തോട് ചോദിക്കാൻ പറയും. അതുകൊണ്ട് ഈശോ അതിനുവേണ്ടി അവളെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടി പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കണം വിഹിതമല്ലെന്ന് പറയും. അതോടുകൂടി അപ്പോസ്തലന്മാരെല്ലാം ഐസടിച്ചു പോകും. പക്ഷേ അവളപ്പോൾ ഒരു കാര്യം, അവളത് അവകാശം പ്രഖ്യാപിക്കും. എന്താ അവകാശം പറയണത്? അവൾ പറയണത് അവകാശം. അവൾ കർത്താവേ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നായ്ക്കുട്ടികൾ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കാറുണ്ടല്ലോ, അപ്പം അവകാശമായി, യജമാനായി, ദൈവ യജമാനാണ്. ഇത് അവകാശത്തിൻ്റെ രഥത്തിലേക്ക് ഇവിടെ അത് വായിച്ചുള്ളത് സുവിശേഷം 15:26-28. ശ്രുതികട്ടെ. കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അവൾ അവകാശമാണെന്നാണ് പറയണത്. ഇപ്പം നേരത്തെ ഔദാര്യം പറഞ്ഞ ആൾ ഇപ്പം പറയണത് എന്താണ്? കർത്താവ് അവകാശമാണ്. ഞാൻ പട്ടിയാണ്, നീ യജമാനാണ് ഞാൻ നിൻ്റെ പട്ടിക്കുഞ്ഞ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? മേശയുടെ താഴെ വീഴണതാണ്. വീട്ടിലാണ് താമസിക്കുന്ന പട്ടി, പുറത്തല്ല. അതായത് അതുകൊണ്ട് ഞാൻ അവകാശിയാണെന്ന് പറയും. അവൾ അവകാശിയാണെന്ന് പറഞ്ഞ ഉടനെ ഈശോ പറയും, ഓമൻ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്. അത് ഈശോ പറയണത്, ഈശോയുടെ എല്ലാ കോശങ്ങളും ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ആ സാധനം പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണ്. ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ നടത്തി കഷ്ടപ്പെടുത്തിയത്. ഇവളെ പള്ളി പറഞ്ഞ് നടത്തി കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഈശോയ്ക്ക് ഇത് പറയണം. എന്തിനു പറയണം? ഈശോ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്നതാണ്. ഇസ്രയേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കോളറും വെച്ച് നടക്കുമ്പോൾ അവരെക്കാൾ സുന്ദരമായൊരു മക്കളെ കിഴക്ക് നിന്നും പടിഞ്ഞാറെന്നും അനേകം പേര് വന്ന് സ്വർഗരാജ്യത്ത് വിരുന്നനുഭവിക്കാം. രാജ്യത്തിലെ സന്തതികള് പുറത്തുള്ള അന്ധകാരത്തേക്ക് തള്ളപ്പെടുമെന്ന്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിലൊരു വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണബോധം മാത്രം പോരാ, പിന്നെന്ത് വേണം? There must be a content of suffering.
എന്തെങ്കിലും ഒരു ക്ലേശത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വേണം. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളായാലും ശരി, അത് നിറവേറണമെങ്കിൽ ഒരു ക്ലേശത്തിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം ഇവിടെ കാനംകാരി എങ്ങനെയാണ് നേടിയത്? വാഗ്ദാനം പ്രാപിച്ചത് എങ്ങനെയാണ്? ഒരു സഫറിങ് കണ്ടൻറ്റ് ദൈവം തന്നെ ഉണ്ടാക്കി കൊടുത്തു. എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ല എന്ന് പറയുമ്പോൾ ആക്ഷേപങ്ങൾ കിട്ടിയ സഫറിങ് കണ്ടൻറ്റാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന സഫറിങ് ടൈമാണ്. സഫറിങ് ടൈം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെബ്രായ ലേഖനം 10:36 വായിക്കണം. ഹെബ്രായർ 10:36. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ പ്രശ്നം. ആ സഹനശക്തി എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതാണ് ഈ കാനംകാരിക്ക് കൊടുക്കുന്നത്. കുറേ നായിട്ട് നടത്തിയിട്ട് ഒരു ഡോസ്, ഒരു നെഗറ്റീവ് കേസ് കയറ്റി വിടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം കിട്ടും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്ക് ആ സാധനം കയ്യിൽ നിന്ന് വിട്ടു പോകണ പോലെ തോന്നിയാൽ നീ എന്ത് ചെയ്യണം? ഈ രക്തസ്രാവക്കാരോഗ്യെപ്പോലെ ഈ കാനംകാരിയെപ്പോലെ നിൻ്റെ വിശ്വാസം റീഇൻസ്റ്റേറ്റ് ചെയ്യണം. ഞാൻ ഇട്ടും പോകരുത്, റീഇൻസ്റ്റേറ്റ് ചെയ്യണം. എന്താ കാര്യം? ഒരു സഫറിങ് കണ്ടൻറ്റ് എൻ്റെ തരുകയാണ്. എന്താ കാര്യം? അതായത് വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പൂർണ്ണ ബോധം ഉണ്ടാകണമെന്നുള്ള അവബോധം ഉണ്ടാകണമെന്നുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാഗികമായ ബോധം പോരാ. അപസ്മാരോഗ്യയുടെ അപ്പനെ പോലെ ഭാഗികമായ ബോധം പോരാ, പൂർണ്ണ അവബോധം ഉണ്ടാകണമെന്ന് 4:21 റോമലേഖനം പറയുമ്പോൾ തന്നെ വാഗ്ദാനം പ്രാപിക്കാൻ പൂർണ്ണ അവബോധം മാത്രം പോരാ. ഉടമ്പടിയിൽ നീ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ പ്രാപിക്കാൻ പൂർണ്ണ അവബോധം മാത്രം പോരാ. ചില കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നിനക്ക് സഹനശക്തി വേണം. ആ വചനം ഒന്നിട്ട് വായിച്ചേ. 36 ഹെബ്രായർ 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹനം ശക്തിയോടെ, അതായത് കഷ്ടത, സഹനശീലം, ആത്മധൈര്യം പ്രത്യാശ നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വേണമെന്നായി പറയണത് ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്നറിയുന്നു. അപ്പം ലാഗ് ചെയ്താലും അത് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് നീ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴും പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനെ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാം. ശ്രുതികട്ടെ. ഒരു നിമിഷം നമ്മൾക്ക് കൈകളെ വിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഇനി ഉടമ്പടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഉടമ്പടി വെക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശ്രദ്ധിക്കാം. വലിയ കർത്താവിൻ്റെ വെളിപാട് ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നാണ് ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നത്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമാണ് നിങ്ങൾക്ക് ലഭിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം വിചാരിച്ചാൽ മതി. ഈ വിഷയത്തിൽ അച്ഛൻ പറയണതും പറയാത്തതും ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നു അവിടെ മേലെല്ലാം കർത്താവിന് വിശുദ്ധമായ രക്തം തളിക്കപ്പെടും. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നിങ്ങൾക്ക് ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രുതികട്ടെ. കർത്താവേ, ആത്മാവിൻ്റെ ശരീരത്തിനും വൈദ്യനുമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രത്തിൻ്റെ ഇഞ്ചക്ഷൻ സൂചിക്കും മരുന്നും കടന്നുചെല്ലാത്ത മനുഷ്യത്തിന്റെ ഗാഥലങ്ങളെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലെ കാഥിലേക്ക് ഭീതിയിലെ കർത്താവേ, അങ്ങനെ പരിശുദ്ധാത്മാ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയമുള്ളവര്, ഉത്കണ്ഠയുള്ളവര്, ഉറക്കമില്ലാത്തവര്, പ്രഷർ കയറിയിരിക്കുന്നവര്, മാരകമായ രോഗങ്ങളാൽ വേദനിക്കുന്നവര്, ആശുപത്രിയിലായാലും വീട്ടിലായാലും വഴിയിലായാലും അന്യനാടുകളായാലും വിദേശത്തായാലും ക്രിസ്തുവിന്റെ നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യത്വത്തിൽ ഞാൻ 36 കൊല്ലം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ഉടമ്പടി വെച്ച വിഷയങ്ങളുമെല്ലാം ദൈവികമായി ഇടപെടലുണ്ടാകട്ടെ. ശുദ്ധിക്കട്ടെ കർത്താവേ. നിൻ സ്നേഹം
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ള ജോലിയിലെ വേണ്ടത്ര വരുമാനമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് റിപ്പയറിംഗിലായ കാരണം സാമ്പത്തികമായ ഒരു സഹായവും കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ, തെറ്റായ പ്രണയബന്ധങ്ങളിലെ കുടുങ്ങിപ്പോയവരെ, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരെ, വിശ്വാസം കുറഞ്ഞു പോയവരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, സ്ഥലമില്ലാത്തവരെ, ഉടമ്പടി നടക്കാത്തവരെ, വഴിയില്ലാത്തവരെ, വെള്ളം പോലും കിട്ടാത്തവരെ അവരുടെ തിരുസന്നിധിയിൽ ഏറ്റെടുക്കണമേ. സങ്കടങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ആശീർവദിക്കാൻ പോകുന്നു. ഉടമ്പടി എടുത്തിട്ട് ഓരോ മക്കളും ആ നിയോഗങ്ങൾ ഭക്തിയോടെ ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ ആ നിയോഗങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കണം. ഉടമ്പടി 1, 2, 3, 4, 5 അതിലധികം തവണകൾ പുതുക്കിയിട്ടുള്ളവർ ആ നിയോഗങ്ങൾ സമർപ്പിക്കുക. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവർ ആ നിയോഗങ്ങൾ എത്തിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിരുസന്നിധിയിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതിപ്പിക്കുകയാണ്. കർത്താവിന്റെ കൃപ ഓരോ രോഗികളുടെ മേൽ, 6 നിയോഗങ്ങളുടെ മേൽ, വിവിധ സങ്കടങ്ങളുടെ മേൽ, രോഗികളുടെ മേൽ, കൊറോണ വൈറസ് രോഗികളുടെ മേൽ, ഒമിക്രോൺ വൈറസ് രോഗികളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതിക്കുകയാണ്. അനേകായിരം പേര് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് മാരക രോഗികളെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുകയാണ്. കർത്താവേ, ഞങ്ങളെ ഉടമ്പടിയുടെ സാക്ഷികളായി, പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായിട്ട് ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം തിരുസഭയെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് യേശുവെ ആരാധിക്കട്ടെ. പരിശുദ്ധ പരമമാ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ ആവേ